ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് കേവലം ഒരു പുരാണ കഥ കേൾക്കുക എന്നതല്ല. എന്തിനാണ് ഭാഗവതം കേൾക്കുന്നത് എന്ന് ഇന്ന് സത്യത്തിൽ സമൂഹത്തിന് അറിയില്ല. എന്തിനാണ് കേൾക്കുന്നത്? ഈ കേൾക്കുന്നതിൻ്റെ ലക്ഷ്യവും അല്ലെങ്കിൽ ഉദ്ദേശ്യവും അത് നമുക്ക് വ്യക്തമാണ്. വേദവ്യാസ മഹർഷിയുടെ ലക്ഷ്യം നമ്മൾ ഭാഗവതത്തിൽ തന്നെ കണ്ടുപിടിക്കണം. ഭാഗവതം ഇപ്പം നിങ്ങളിൽ രണ്ടാം വോള്യമുണ്ട്. അപ്പം അതിൽ 12-ാം സ്കന്ധത്തിൽ 13-ാമത് അധ്യായത്തിൽ 12-ാം ശ്ലോകം എന്താണ് ഈ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം? ഇപ്പം ലാസ്റ്റ് പേജ്, അതായത് ഭാഗവതത്തിൻ്റെ സെക്കൻഡ് വോള്യം ലാസ്റ്റ് പേജ്. 12-ാം സ്കന്ധം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലല്ലല്ലോ തപ്പേണ്ടത്, ലാസ്റ്റിലല്ലേ തപ്പേണ്ടത്. അപ്പോൾ ലാസ്റ്റ് പേജ് 13-ാം അധ്യായത്തിൽ 12-ാം ശ്ലോകം. അവിടെ വ്യാസഭഗവാൻ എഴുതി വച്ചിരിക്കുന്നത് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊന്നുമല്ല. എന്താണ് എഴുതിയിരിക്കുന്നത്? സർവവേദാന്ത സാരമാണ് ഭാഗവതം, ബ്രഹ്മാത്മൈകത്വ ലക്ഷണം. ബ്രഹ്മാത്മൈകത്വ ലക്ഷണം, അതായത് ജീവാത്മാവും പരമാത്മാവിനെയും ഐക്യം ചേർക്കലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അപ്പം ഈ പറയുമ്പോണ്ടല്ലോ, നമ്മളെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ കഥ കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല. ഇപ്പം ജീവാത്മാവും പരമാത്മാവും ഐക്യമുണ്ടാക്കലാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. വസ്തു അദ്വിതീയം, കൈവല്യൈക പ്രയോജനം. കൈവല്യം കൈവരിക്കുക, വസ്തു അദ്വിതീയം, അദ്വിതീയമായ സത്യത്തെ സാക്ഷാത്കരിക്കുക. ഇവിടെ ഈ പറയുന്ന കാര്യം നമ്മൾ ഹിന്ദു സമൂഹത്തിനെ അങ്ങനെ പഠിപ്പിച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതുപോയി ദൈവം വേറെ ഞാൻ വേറെ എന്നുള്ള രീതിയിൽ കണ്ടുപോയി. അപ്പം ഇവിടെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്ന് പറയുന്നത് ആരെന്ന ആ ഒരു വ്യക്തത ഉണ്ടെങ്കിലേ അടുത്ത പടിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ പടി തന്നെ നമുക്ക് വ്യക്തമല്ല, അതാണ് ഈ പ്രശ്നം. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ഇത് ഉറപ്പിക്കണം ആദ്യം. അപ്പം ഈ ജീവാത്മാവെന്ന് പറയുന്നത് ആര്? അപ്പം നമ്മളിപ്പോൾ ജീവാത്മാവെന്ന് പറയുന്നത് അനുഭവങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിത്വത്തെയാണ് ജീവാത്മാവ്. അപ്പോൾ കുറേ വിഷമങ്ങളും കുറേ ദുഃഖങ്ങളും പ്രയാസങ്ങളും കുറവുകളൊക്കെ ഉള്ള ഒരാളായിട്ടാണ് ജീവാത്മാവിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവെന്ന് പറഞ്ഞാൽ ബോധവും മനസ്സും ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തിനെയാണ് ബോധം, മനസ്സ്, ശരീരം. ബോധം, മനസ്സ്, ശരീരം ഇതൊക്കെ ചേർന്നിരിക്കുന്ന ഒരു മിശ്രിതത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജീവാത്മാവ്. അപ്പം അത് അവിടെ നമ്മളിപ്പോൾ കാണുന്നത് വെറും കുറേ അനുഭവങ്ങളാണ്. ഇപ്പം ശരീരത്തിന് കുറേ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ കാണും. കുറേ ബുദ്ധിപരമായ കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകളെ കാണും. അവനവൻ കുറേ കുറവുകളുള്ള, ന്യൂനതകളുള്ള വ്യക്തിത്വമായി കണ്ടുറപ്പിച്ചു പോയാൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് മുഴുവൻ ഈ വ്യക്തിത്വത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ ചിന്തകളെയാണ്. ഇപ്പോൾ നമ്മൾ കുളത്തിന് പടവ് പണിത് കഴിഞ്ഞാൽ ആ പടവിൽ വെള്ളം കയറി പൂപ്പൽ വന്ന് ചിലപ്പോൾ ആ പടവ് തന്നെ അതിൻ്റെ നിറക്കം മങ്ങി പലപ്പോഴും പച്ചപ്പ് പിടിച്ച പൂപ്പലുള്ള നിറഞ്ഞായിട്ട് മാറും. ഈ പൂപ്പലുള്ള ഒരു പടവാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ജന്മം പൂപ്പൽ അല്ലാതെ നിങ്ങൾ മറ്റൊന്ന് കാണില്ല. ഈ പൂപ്പലെന്ന് പറയുന്നത് തൽക്കാലം ആ പടവുകളിൽ കയറി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഹൈ പ്രഷർ പമ്പും മറ്റൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തിരി ബ്ലീച്ചിങ് പൗഡറോ അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് മുഴുവൻ പോയി പഴയ സ്റ്റെപ്പിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇതുപോലെ നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ന്യൂനതകളെ മുഴുവൻ നമുക്ക് മാറ്റാൻ പറ്റുന്ന അറിയുന്നില്ല. ഈ ന്യൂനതകൾ വെച്ചിട്ടാണ് ജീവിക്കുന്നത് ആളുകൾ. എന്നിട്ട് അമ്പലങ്ങളായ
DVTV പ്രേക്ഷകരുടെ മനം കവർന്ന ഗീത ജീവിത വിജയമന്ത്രം. സ്വാമിജിയുടെ ഭഗവത്ഗീത പഠന പരമ്പര. സമ്പൂർണമായ ഗീതാ പഠനം നമുക്ക് സാധ്യമാക്കാൻ ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത്. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം എന്ന ഭഗവത്ഗീത ആസ്പദമാക്കിയിട്ടുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്വന്തം DVTVയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക്. ഓർക്കുക, ഗീത ജീവിത വിജയമന്ത്രം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത് ന്യൂനതകളും കുറവുകളും ദൗർബല്യങ്ങളും വിഷമങ്ങളും വേദനകളും കുറേ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരാളാണ്. ഇതിനെ പറയുക പട്ടുനൂൽ പുഴു എന്നാണ്. കൊക്കോ എന്ന് പറയും. കൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടുനൂൽ പുഴുവിൻ്റെ കൂട്ടിൽപ്പെട്ടിരിക്കുന്ന പട്ടുനൂൽ പുഴു എന്നാണ്. അപ്പോൾ ആ പുഴുവിനൊരിക്കലും പുഴുവിൻ്റെ കൂടിൽ നിന്ന് പുറത്ത് കാണും. ഇതുപോലെ പലരും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചു പോയി. അപ്പം ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ ഈ കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി ശീലിച്ചതാണ് പ്രശ്നമായത്. ശരിക്കും അവിടെ പോകരുതായിരുന്നു അമ്പലത്തിൽ. സത്യത്തിൽ അമ്പലത്തിൽ പോകരുതായിരുന്നു കുട്ടികൾ. കാരണം എന്താ അറിയോ, ഈ കുട്ടികളെല്ലാം സത്യം പറഞ്ഞാൽ അമ്പലത്തിൽ നമ്മൾ പോകരുതായിരുന്നു. ഞാൻ സത്യത്തിൽ അത് നമ്മുടെ ആ ഭാഗവതത്തിൻ്റെ തലത്തിൽ നിന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സൈക്കോളജി പറഞ്ഞ് മനസ്സിലാക്കാം. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്പലത്തിൽ പോകരുതായിരുന്നു പറഞ്ഞാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുറവുകൾ നികത്തണമെന്ന്. അപ്പോൾ ഉറപ്പിക്കുന്നത് എന്താണ്? ശ്രദ്ധിക്കും നിങ്ങൾ, എന്നെ പാസ്സാക്കണം, എനിക്ക് ബുദ്ധി തരണം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഇന്നത്തെ സൈക്കോളജിയുടെ തലത്തിൽ പറഞ്ഞാൽ ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ എന്താ ഉറപ്പിക്കുന്നത്? എനിക്ക് കുറേ കുറവുകളുണ്ട്, അതാരും മാറ്റി തരണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്നും ഉറപ്പിക്കുന്ന എന്താണ്? സത്യം പറയും നിങ്ങൾ, എനിക്ക് പല കുറവുകളുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ അമ്പലത്തിൽ പോയത് തന്നെ അപകടമായില്ലേ? നമ്മളിപ്പോൾ എന്താ ഉണ്ടാക്കിയത്? അമ്പലത്തിൽ പോയിട്ട് ഈ കുറവുകളുള്ള ഒരു വ്യക്തിയാണെന്ന് അവരെ ഉറപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഹിന്ദു മതത്തിൽ ഇത്ര സൂയിസൈഡ് ഉള്ളത്. അപ്പൊ അതിന് പകരം എന്തായിരുന്നു വേണ്ടത്? അമ്പലത്തിൽ പോകണ്ടേ? അപ്പം അമ്പലത്തിൽ പോകുന്നത് ആദ്യം അമ്പലത്തിലായിരുന്നില്ല പോകേണ്ടത്. ആദ്യം പോവേണ്ടത് സത്സംഗങ്ങൾക്കായിരുന്നു. ആദ്യം പോവേണ്ടത് സത്സംഗത്തിന് പോകേണ്ടിയിരുന്നു. അതെന്താ സത്സംഗത്തിന്? താൻ ആരാണെന്നും എന്താണ് തൻ്റെ ജീവിതം, എന്തിനാണ് താൻ ജീവിക്കുന്നതൊക്കെ എവിടെ മനസ്സിലാക്കണം? പറയൂ. അതുകൊണ്ടാണ് സത്സംഗങ്ങളിൽ പോവാതെ അമ്പലത്തിൽ പോകുന്നവരെ കഴുതകൾ എന്നാണ് കൃഷ്ണൻ വിളിച്ചത്. ആരാണവര്? ഇത് ഈ ശ്ലോകം നമ്മൾ പഠിപ്പിക്കണം സമൂഹത്തെ. ഭാഗവതം ദശമസ്കന്ധം എടുക്കും നിങ്ങൾ, ശ്ലോകം പഠിക്കൂ. നിങ്ങൾ കുട്ടികളെ കഴുതകളാക്കി മാറ്റരുത്. കൃഷ്ണൻ പറഞ്ഞതാണ്. ഭാഗവതം ദശമസ്കന്ധം 10-ാം സ്കന്ധം 84-ാം അധ്യായം അതിൽ 13-ാം ശ്ലോകം നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങളല്ലാന്ന് പറയും. ആരും ഭാഗവതം ഒരു സത്സംഗ പരിചയവുമില്ലാതെ അന്ധമായി കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോയി വഴിതെറ്റിച്ചു കളഞ്ഞു നിങ്ങൾ. അതാണ് ഈ കുട്ടികൾക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും. മനസ്സിലായില്ലേ? കുട്ടികളാകെ ഇന്ന് താളം തെറ്റിയത് അതുകൊണ്ടാണ്. ഇത്രയും നോക്കൂ, എത്ര ലഹരി വിരുദ്ധ പരിപാടിയാണ്. എന്നാലും കുട്ടികൾ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാരണം പരീക്ഷാ പേടി, സ്ട്രെസ്സ്, പല സബ്ജക്റ്റുകളും പഠിക്കാൻ പറ്റുന്നില്ല. ഓരോ വർഷം കൂടുന്തോറും ഈ മാത്സ് ഒക്കെ കട്ടി കൂടി വരികയാണ്, ഫിസിക്സ് ഒക്കെ. കാരണം പുതിയ റൂൾസ് മാത്സിൻ്റെ ടെക്നിക്കുകളും മറ്റൊക്കെ വരുമ്പോൾ കുട്ടിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അത്രയൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ഒരു വിദ്യാഭ്യാസ രീതിയോ അല്ല, പഠിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ള എഫിഷ്യൻസിയുള്ള അധ്യാപകരും കുറഞ്ഞു. കാരണം നമുക്കറിയാം, ഇന്നിപ്പം എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈ സ്കോറിംഗ് മാർക്കുള്ളവരൊന്നും അധ്യാപക ജോലിക്കല്ല പോകുന്നത്. അവർ വേറെ ഒരു ലെയർ എന്ന് പറയുന്ന പോലെ അവരൊക്കെ എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം എഞ്ചിനീയറിംഗ് തന്നെ കമ്പ്യൂട്ടർ സയൻസിനാണ് പലരും ഓപ്റ്റ് ചെയ്യുന്നത് അല്ലേ? ആണോ? ഇപ്പം മെഡിസിന് തന്നെ കിട്ടിക്കഴിഞ്ഞാൽ MDക്ക് നോക്കിക്കോളൂ നിങ്ങൾ. അധികം പലരും ഇഷ്ടപ്പെടുന്നത് ഈ ഒന്നുകിൽ അവർക്ക് വലിയ ഹാർട്ട് അല്ലെങ്കിൽ റേഡിയോളജി ഇങ്ങനെയൊക്കെയുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഹൈ ഡിമാൻഡ് വരിക. എന്ന് പറഞ്ഞ പോലെ എപ്പോഴും ഒരു പഠിക്കുന്ന കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഹൈ ജോബാണ്. അപ്പം ഏറ്റവും കഴിവ് കുറഞ്ഞവരായിരിക്കും പലപ്പോഴും ഏത് മേഖലയ്ക്ക് പോകുന്നത്? വേറൊന്നും കിട്ടാത്തത് കൊണ്ട് ടീച്ചിങ് മേഖലയ്ക്ക് പോകുന്നത്. അപ്പോൾ അവരിൽ എഫിഷ്യൻസി ഉള്ളവർ വളരെ കുറേ പേരുണ്ട്. എഫിഷ്യൻസി ഉള്ളവരുണ്ട്, എഫിഷ്യൻസി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇത്രയും ലോഡ് എടുക്കാനുള്ള കഴിവുമില്ല, അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു കഴിവില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുട്ടികൾ ഇതൊക്കെ കഞ്ചാവിന് പോവാതിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ പൊട്ട ഭക്തിയും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ?
അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ പറയുന്നു, ഈ ശ്ലോകമൊക്കെ എടുത്തു നോക്കും നിങ്ങൾ, 10:84-13 കിട്ടിയോ? യസ്യാത്മബുദ്ധി ഗുണപേത്രിതാതുകേ ചൊല്ലു, സ്വദീക്കളത്രാദിഷു ചൊല്ലു, ഭൗമയീച്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ ജനേഷു അഭിജ്ഞേഷു സ ഏവ ഗോകര. അതിത്രയേ ഉള്ളൂ ഭഗവാൻ പറയുന്നത്. അഭിജ്ഞേഷു ജനം, അഭിജ്ഞരായ ജനങ്ങളുടെ അടുത്ത് പോയി എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആചാര്യന്മാരുടെ അടുത്ത് പോയി എന്താണ് കാര്യങ്ങളൊന്നും പഠിക്കാതെ, എന്താണ് നമ്മുടെ ജീവിതമെന്നും അനുഷ്ഠാനം എന്തൊക്കെയാണെന്നൊന്നും പഠിക്കാതെ തീർത്ഥബുദ്ധി, ആരാണോ തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത്, അവനവൻ്റെ കാര്യങ്ങൾ നടത്തി കിട്ടാൻ വേണ്ടി സ്വദീക്കളത്രാദിഷു ഭൗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വീട്, കുട്ടി, പറമ്പ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് തീർത്ഥസ്ഥലങ്ങളിൽ പോകുന്നത് സ ഏവ ഗോകര, അവനാണ് കഴുതാനാണ്. അപ്പൊ സത്സംഗങ്ങളിൽ പോവാതെ തൊഴുതു പോകുന്നവരൊക്കെ ആരാണ്? ഇതെന്റെ വരികളല്ല, സാക്ഷാൽ കൃഷ്ണൻ പറയുന്ന വരികളാണത്. അപ്പൊ നമ്മൾ ഭഗവാൻ പറഞ്ഞതല്ല ഹിന്ദുക്കൾ അനുസരിക്കുന്നത്, ഏതോ ആൾ ചെയ്തതിന് അന്ധമായി നമ്മൾ പിന്തുടരുകയാണ്. അതാണ് ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. ഭാഗവതം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരമ്പലത്തിൽ അന്ധമായി തൊഴുതു പോകുന്നതല്ല ഹിന്ദുവിൻ്റെ ഭക്തി. അതും അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ വഴിപാടുകൾ പരിപാടി നിർത്തി വെക്കണേ മക്കൾക്ക് വേണ്ടി. അത് അതിലേറെ വേറൊരു ദുരന്തമായി. നിങ്ങൾ നോക്കൂ, 60-ാമത്തെ അധ്യായത്തിൽ 60 ഭാഗവതം തന്നെ എടുത്തു നോക്കൂ. കൃഷ്ണൻ തന്നെ പറഞ്ഞത്, വേണമെങ്കിൽ കൃഷ്ണൻ പറഞ്ഞാൽ അനുസരിക്കല്ലേ, അനുസരിക്കണ്ട, എനിക്കിപ്പോൾ എന്ത് കാര്യം? കൃഷ്ണൻ, നിങ്ങൾക്ക് കൃഷ്ണനോട് ബഹുമാനമുണ്ടോ? കൃഷ്ണൻ പറഞ്ഞത് അനുസരിക്കുക. ഞാൻ കൃഷ്ണൻ പറഞ്ഞ വരികളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഭാഗവതത്തിലെ 60-ാം അധ്യായം എടുക്കുക, ദശമസ്കന്ധം. ഇതൊന്നും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരില്ല, ഇതൊന്നും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരില്ല. കൃഷ്ണൻ എന്താ പറഞ്ഞതെന്ന് പറഞ്ഞില്ല, കൃഷ്ണന്റെ കഥകൾ പറഞ്ഞു തരും. ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ്. കൃഷ്ണൻ രുക്മിണി ദേവിയോട് പറയുന്ന വരികളാണത്. 60-ൽ കർഹിജിത് അധ്യായത്തിൽ 53-ാം ശ്ലോകം എടുക്കുക. വെറുതെ വായും പൊളിച്ച് നോക്കിയിരിക്കരുത്, കുറച്ച് പുസ്തകമൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കുക. ഈ ശ്ലോകങ്ങളൊക്കെ വല്ലതൊക്കെ തലയിൽ കയറും നമുക്ക്. അല്ലെങ്കിൽ അര പൈസയുടെ വിവരമില്ലാതെ തെക്കും വടക്കും നടക്കേണ്ടിയിരുന്നു, ഒരു വിവരമില്ലാതെ ചത്തു പോകേണ്ടിയിരുന്നു. ഇതൊക്കെ വല്ലതും പഠിച്ചാൽ നല്ലതാ. ഒരു ചെറിയൊരു വ്യക്തതയൊക്കെ തലയ്ക്കുണ്ടാവും. സർവജ്ഞരെ പോലെ ഇരിക്കരുത്. ചിലരൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ലേശം വിവരം പോലും ഇല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാം. അപ്പൊ ലേശമൊക്കെ പഠിക്കൂ, ഇതൊക്കെ മനസ്സിലാക്കൂ. എന്താ പറയുന്നത്? മാം പ്രാപ്യമാനിന്യപവർഗ സമ്പദം വാഞ്ചന്തിയേ സമ്പദയേവ സത്പതിം തേ മന്ദഭാഗ്യാ നിരയേഭിയേ നൃണാം മാത്രാത്മകത്വാൽ നിരയസ്സു സംഗമ. മാം പ്രാപ്യ, അത് അടിവരട്, എന്നെ പ്രാപിക്കേണ്ടവരാണ് നിങ്ങൾ എന്നാ പറയുന്നത്. മാം പ്രാപ്യ, എന്നെ പ്രാപിക്കാൻ പൊട്ടൻഷ്യലായിട്ടുള്ളവരാ നിങ്ങൾ. അങ്ങനെ പ്രാപിക്കാൻ സാധിക്കുന്ന അപവർഗ സമ്പദം മാന്ന്, എല്ലാ പവർഗത്തിൽ നിന്നും ഉയർത്താൻ സാധിക്കുന്ന. അപ്പൊ പവർഗം എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സത്സംഗങ്ങളിലൊക്കെ പങ്കെടുത്താലേ മനസ്സിലാവുള്ളൂ ഈ പവർഗം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആകെ അറിയുന്നത് മുഴുവൻ പഴവർഗ്ഗങ്ങളെ അറിയുള്ളൂ, പവർഗം എന്താണെന്നറിയില്ല. അപ്പൊ സത്സംഗങ്ങളിലൊക്കെ പോയി മനസ്സിലാക്കണം. സകല പാപത്തിൽ നിന്നും ബന്ധനത്തിൽ നിന്നും ഒക്കെ മോചിപ്പിക്കാൻ സാധിക്കുന്ന, എന്നിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന, എന്നിലേക്ക് ഉയരാൻ സാധിക്കുന്ന നിങ്ങൾ എൻ്റെ മുന്നിൽ വന്ന് വാഞ്ചതി, വാഞ്ചിക്കുക, വാഞ്ചന, വാഞ്ചിക്കുക, വഞ്ചനയല്ല, വാഞ്ചതി. വാഞ്ചതി എന്ന് പറഞ്ഞാൽ ചോദിക്കുക, എന്നോട് പറയുക. എന്നോട് ഇങ്ങനെയൊക്കെ പലതും നിങ്ങൾ പറയുന്നു. ഇപ്പോൾ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ ഒരുതരം ഒരു വാഞ്ചനയാണത്. കാര്യങ്ങൾ നടത്തിത്തരാൻ വേണ്ടിയിട്ട് ദൈവത്തിനോട് ശുപാർശ ചെയ്യുന്ന കത്താണ് ഇത്. ഈ വഴിപാടുകൾ, പുഷ്പാഞ്ജലി നല്ല വഴിപാടുകളൊക്കെ, ഈ വഴിപാടുകളൊക്കെ ഭഗവാന്റെ മുന്നിൽ നിങ്ങൾ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? സമ്പദ സത്പതിയും, സമ്പത്ത് കിട്ടണം എന്ന് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവണം. സത്പതിയും, സത്പതി എന്ന് പറഞ്ഞാൽ ഭർത്താവിനെ കിട്ടണം എന്ന അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത്. കുടുംബത്തിൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവണം, നല്ല കുടുംബം ഉണ്ടാവണം, കുടുംബ ഐശ്വര്യം ഉണ്ടാവണം. ഇപ്പം 2 കാര്യങ്ങളാണ് മനുഷ്യന് വേണ്ടത്, സമ്പത്തും ഒരു കുടുംബവും വേണം. ഇതല്ലേ എല്ലാവർക്കും ആവശ്യം. വേണോ? ആണോ അല്ലയോ? മനസ്സ് നന്നാവണം, ബുദ്ധി നേരെയാവണം പറഞ്ഞിട്ട് ആരെന്ത് പൂജ വഴിപാടാണ് നടത്തിയിട്ടുള്ളത്? ആർക്കെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും പൈസ കിട്ടണം, പിന്നെ കുടുംബം നന്നാവണം, ആണോ? അതിനാണിപ്പോൾ നിങ്ങളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് വാഞ്ചതി പ്രാർത്ഥിക്കുന്നവൻ തേ മന്ദഭാഗ്യാനം, അവർ ഭാഗ്യം കെട്ടവരാണ്. ഇപ്പം നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പം ഭഗവാൻ എന്താ നിങ്ങളെ വിളിക്കാറിയോ? കഷ്ടം, ഒരു ഭാഗ്യം കെട്ടവനാണല്ലോ രാവിലെ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഒരു ഭാഗ്യം കെട്ടവരായി മാറുന്നതാണ്. തേ മന്ദഭാഗ്യ നിരയേപിയേ നൃണാം. ഇത് നരകത്തിൽ, നരകതുല്യം, നിരയെന്നാണോ നരകം എന്നാണ്.
ഇതൊക്കെ നരകത്തിലും കിട്ടുന്നതാണ് ഈ സുഖങ്ങളൊക്കെ. അതിനു വേണ്ടിയിട്ടല്ല എൻ്റെ അടുത്ത് വരേണ്ടത്. അപ്പൊ കേവലം ഒരു വഴിപാട് ചെയ്ത് യാചിക്കാൻ വേണ്ടിയല്ല എവിടെ പോണ്ടത്, അമ്പലത്തിൽ പോകേണ്ടത്. നോക്കൂ, നമ്മളെ ഹിന്ദുക്കളത് മനസ്സിലാക്കിയതേ ഇല്ല. അമ്പലത്തിൽ എന്തിനാണ് പോകുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ വഴിതെറ്റിച്ച് കളഞ്ഞു പിള്ളേരെ. അതുകൊണ്ടാണ് പിള്ളേർ നിങ്ങളെ ചവിട്ടി പുറത്താക്കണത്. നിങ്ങൾ നോക്കുക, തിരുവനന്തപുരത്ത് ഗാന്ധി ഭവനിൽ 100-400 ഹിന്ദു അച്ഛനമ്മമാരെ കാണാം. ഇവിടെയുണ്ട് സന്ദീപനി പറഞ്ഞിട്ട് 10-40 അമ്മമാരൊക്കെ പ്രായമുള്ളവരെ. മക്കൾക്ക് വേണ്ട. എന്തുകൊണ്ട്? ആ മക്കൾക്കൊരു ആത്മീയമായ ബോധം ഉണ്ടാക്കിയില്ലല്ലേ, ആ ബന്ധം ഉണ്ടാക്കിയില്ല. നിങ്ങൾ കൊടുത്തിരിക്കുന്ന സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അവരെ കാര്യം നടത്തി കിട്ടാൻ വേണ്ടി ദൈവത്തോട് ശുപാർശ ചെയ്യുന്ന അതൊക്കെ കുറച്ചു കാലം നിൽക്കും. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്ന സാധനം, ആ മനസ്സിനൊരു ശക്തി നിങ്ങൾക്ക് പകരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബഹുമാനം ഉണ്ടാവില്ല. ഒരാളോട് ബഹുമാനം ഉണ്ടാവുന്നത് മറ്റൊരാളുടെ മനസ്സിന് കൊടുക്കുന്നൊരു, ഞാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം പല അമ്മമാരും സപ്താഹത്തിനൊക്കെ വരുന്നവർ മക്കളൊക്കെ ഹൈ പൊസിഷനിലായിരിക്കും, വളരെ ഹൈ പൊസിഷനിൽ. പക്ഷെ അമ്മയുടെ ഗതി അധോഗതി തന്നെ, വളരെ വിഷമത്തിലും സങ്കടത്തിലും ജീവിക്കുന്ന. കാരണം മക്കളൊക്കെ അവരുടെ ലെവലിലെത്തി. ഇപ്പം അവർക്ക് നോക്കുമ്പം അമ്മയും അച്ഛനൊന്നും അവർക്ക് ആ ലെവലിൽ പോകുന്നവരല്ല. കാരണം അവരുടെ സ്റ്റാൻഡേർഡുകൾ കൂടിയപ്പോൾ അവർക്ക് ഇവരൊന്നും യാതൊരു. ഇന്നലെ ഒരു അങ്കിൾ ഇവിടെ വന്നിരുന്നു. 2 മക്കളും ഹൈ പ്രൊഫൈലുള്ളവരാണ്, നല്ല ഡോക്ടേഴ്സാണ്. പക്ഷേ ഈ മനുഷ്യൻ തെക്കും വടക്കും നടക്കുകയാണ് ഇപ്പം. കാരണം ഇദ്ദേഹം വളരെ ഒരു ചാട്ടി സ്വഭാവമൊക്കെ ആയതുകൊണ്ട് മക്കൾ കൈവിട്ടു. അപ്പം എന്നോട് ചോദിക്കുകയാണ്, സ്വാമിയുടെ കൂടെ വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ വരേണ്ട എന്താ കാര്യം? മക്കളെ ചവിട്ടി പുറത്താക്കിയ പാർട്ടിയാണ് ഞാൻ. ആർക്കും വേണ്ടാത്തവരെ കൊണ്ടുവരാനാണ് ഞാൻ നടക്കുന്നത്. അപ്പം ആവുന്ന കാലത്ത് ഇവരൊക്കെ എന്താ ഇതറിയാം, ട്യൂഷന് പറഞ്ഞയക്കുക, എങ്ങനെയെങ്കിലും കോച്ചിങ്ങിന് പറഞ്ഞയക്കുക, മക്കളെയൊക്കെ പഠിപ്പിച്ചതായിരിക്കും. ഇപ്പം മക്കൾക്ക് വേണ്ട. ആ അവസ്ഥയിലേക്ക് എത്തിയോണ്ടാണ് ഒരു ആത്മബന്ധം മക്കളുമായി ഉണ്ടാക്കാൻ പറ്റിയില്ല. അതന്നെ കുഴപ്പം. ഒരു ആത്മബന്ധം ഉണ്ടാവണമെങ്കിൽ അവരെ ആത്മീയ ബോധത്തിലേക്ക് അവർക്ക് പറയൂ ഉയർത്തണം. അതിനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. ഇനിയെങ്കിലും കണ്ടുപിടിക്കൂ. 20 കുത്തുകുത്തി അമ്മയെ കൊന്നു, അമ്മയെ ചവിട്ടി പുറത്താക്കി, അമ്മയെ വാതിൽ പൂട്ടിയിട്ടിട്ട് പോയി എന്നൊക്കെയുള്ള പത്രവാർത്തകൾ ഇങ്ങനെ വായിക്കുമ്പോൾ മനസ്സിലാക്കണം, എവിടെയോ വളർത്തിക്കൊണ്ടുവന്നതിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. അത് കണ്ടിട്ടെങ്കിലും പഠിക്കണ്ടേ, കണ്ടിട്ടെങ്കിലും ഒരു വാർത്ത കണ്ടിട്ടെങ്കിലും പഠിക്കണ്ടേ. അതാണ് നമ്മുടെ ഹിന്ദു മതത്തിന് ഒരു ഗൈഡൻസ് ഇല്ലാതെ പോയി. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് അവർക്ക് പെർഫെക്റ്റ് ഒരു മത പാഠശാല അവർക്ക് സൃഷ്ടിക്കും. ഇവിടുത്തെ ഈ ഗവൺമെന്റ് ചെയ്ത മഹാദ്രോഹം എന്താണെന്നറിയും? ദേവസ്വമൊക്കെ അവരെ അടിച്ചു മാറ്റി. ഇപ്പോൾ ഗുരുവായൂർ നോക്കൂ, അതൊക്കെ ഗവൺമെന്റ് എടുത്തു. എന്നാൽ അവിടെ ഹിന്ദു കുട്ടികൾക്ക് എന്താണ് ഹിന്ദുമതം എന്ന് പഠിപ്പിക്കാനുള്ള ഒരു വിവേകമുണ്ടായില്ല. എനിക്കിവിടുത്തെ ഈ വളരെ കഷ്ടം തോന്നുന്നത്, ഇവൻ തന്ത്രിയായാലും ശരി, അവരൊക്കെ അതിന് കൂട്ടുനിൽക്കുന്നു എന്നുള്ളൊരു മഹാപാപമായി പോയി. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും പറയണം, ആചാര്യ തപസാമനായ ജപേന നേമേന ഉത്സവേന അന്നദാനേന ക്ഷേത്രം അഭിവൃദ്ധിസ്തു പഞ്ചത എന്നൊക്കെ ശാസ്ത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നാമജപങ്ങളൊക്കെ ഉണ്ടാവണം. അപ്പം ഈ നമ്മുടെ തലമുറകൾക്ക് വല്ലതും ആമനായ, ആമനെന്ന് പറഞ്ഞാൽ വെറുതെ ജപം, ഒരു വേദം ജപിക്കുക എന്നുള്ളതല്ല. ഇവിടെ ശാസ്ത്രങ്ങൾ പഠിക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം തലമുറകളിലേക്ക്. അങ്ങനെയാണ് നമ്മുടെ സംസ്കൃതി നിലനിന്നത്. ഗുരുകുലങ്ങൾ നിലനിന്നുകൊണ്ടാണ് ഈ സമ്പ്രദായം ഉണ്ടായത്. അല്ലെങ്കിൽ ഗുരുകുലം തന്നെ ഇല്ലെങ്കിൽ, ആ ഗുരുകുലം തന്നെ പോയാൽ പിന്നെ ആരിത് കൊണ്ട് നടക്കും? അതാണ് അപജയങ്ങൾ വന്നത് ഹിന്ദുമതത്തിൽ. ഓരോ ക്ഷേത്രവും ഒരു ഗുരുകുലം ആയി മാറേണ്ടതായിരുന്നു. അതൊക്കെ നഷ്ടപ്പെട്ടു. നമുക്ക് മനസ്സിലായില്ലേ? ദേവസ്വം ഭരിച്ചവർ. എന്നാൽ മുസ്ലിം സമുദായത്തിന് ആ പ്രശ്നം വന്നില്ല. മുസ്ലിം സമുദായം ഇനി കുറെ കഴിഞ്ഞാൽ അവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും. ഇവിടുത്തെ ഹിന്ദുക്കൾ അവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു സ്പീച്ച് കേൾക്കണം നിങ്ങൾ. രാഹുൽ ഗാന്ധി ഇവിടെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞാണ്, ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹത്തിന്റെ സമ്പത്തെടുത്ത് ഞാൻ ന്യൂനപക്ഷത്തിന് കൊടുത്തിരിക്കുന്നു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ. അത് പറയാനുള്ള ഒരു ഇതെന്താണ്? കാരണം അവരുടെ ന്യൂനപക്ഷത്തിന്റെ ശക്തിയാണ്. കേരളത്തിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഒരു സമൂഹം, ഇസ്ലാം സമൂഹത്തിന്റെ വരച്ച വരയിൽ അവർ കോൺഗ്രസിനോട് പറഞ്ഞു, നിങ്ങളൊരിക്കലും രാമജന്മഭൂമിയിൽ ഉദ്ഘാടനത്തിന് പോരുത്. ഒരെണ്ണം പോയില്ലേ ഇവരൊക്കെ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുന്നവരെ ചവിട്ടി പുറത്താക്കണം ആ വർഗത്തെ. എന്നിട്ട് ഗുരുവായൂരപ്പന്റെ ഭക്തരാണ് അത്ര ഇവര്. ഭാരതത്തിന്റെ സംസ്കൃതിക്ക് നേരെ തിരിഞ്ഞു നിന്ന വർഗം. ഞാനൊരു രാഷ്ട്രീയം പറയില്ല, എന്നെ BJP ആയിട്ട് നിങ്ങൾ എടുക്കുകയും വേണം. കാരണം BJPയും RSS വന്നിട്ട് 125 വർഷമായിട്ടുള്ളൂ. ഹിന്ദുമതം 10,000 വർഷങ്ങൾക്ക് പ്രാചീന സംസ്കാരമാണ്. വേദവ്യാസ മഹർഷിയെപ്പോലുള്ളവർ തപസ് ചെയ്ത് തന്ന സംസ്കാരമാണ്. ഈ തരത്തിലുള്ളൊരു മഹത്തായ സംസ്കൃതിയെ പറഞ്ഞ് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ നമ്മുടെ തലമുറയ്ക്ക് സാധിച്ചില്ലെങ്കിൽ, അവർ ആത്മഹത്യ ചെയ്തില്ലെങ്കിൽ, അവരച്ഛനെ ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ, അമ്മയുടെ കഴുത്തിന് കത്തി വെച്ചില്ലെങ്കിൽ, എന്ത് അത്ഭുതം അതിന്. ഏത് കുടുംബങ്ങളാണ് സമാധാനമായിട്ടിരിക്കുന്നത്? ഇപ്പം നമുക്ക് പൂജ ചെയ്യാൻ ആരെങ്കിലും കിട്ടും ഇനി അമ്പലത്തിൽ? ഇപ്പം ഗുരുവായൂരിൽ ശബരിമലയിൽ കിട്ടും, കാരണം അവിടെ കുറച്ചുകൂടി കാശ് വരുന്നുണ്ട്. അല്ലാത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് പൂജ ചെയ്യാൻ ആളില്ല, കാരണം പെണ്ണ് കിട്ടുന്നില്ല.
പൂജ ചെയ്യുന്നവരെ കല്യാണം കഴിക്കാൻ ഇന്നത്തെ പെൺപിള്ളേർ തയ്യാറില്ല. മനസ്സിലാവണ്ട നിങ്ങൾക്ക്? കാരണം ആർക്കും വേണ്ട. പൂജ ഏറ്റവും താഴ്ന്ന ഒരു പണിയായിട്ട് അവർ കാണുന്നത്. ഇത്രയും കാലം അമ്പലത്തിൽ കൊണ്ടു നടന്ന ആ അമ്പലത്തിലെ പൂജ പോലും ദിവ്യമായിട്ട് കണക്കാക്കാത്ത ഒരു സമൂഹത്തിൽ പിന്നെന്താ ഉള്ളത്? അതാണ് ലോകം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നേപ്പാളിൽ നിന്നാണ് പല ക്ഷേത്രങ്ങളും പൂജാരിമാരെ കൊണ്ടുവരുന്നത്. ബീഹാറിയും ബംഗാളിയും അമ്പലത്തിൽ പൂജിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉൾഗ്രാമ പ്രദേശങ്ങളൊക്കെ പോയി നോക്കൂ നിങ്ങൾ. ഇപ്പം കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി, കണ്ണൂരൊക്കെ ഓൾമോസ്റ്റ് 90% ഈ കർണാടക ആൾക്കാരാണ് പൂജിക്കുന്നത്. ആളെ കിട്ടാനില്ല, ആർക്കും പെമ്പിള്ളേരെ കിട്ടുന്നില്ല. അതുകൊണ്ട് ആർക്കും ഈ വഴിക്ക് പോകണ്ട. കുറേ കഴിഞ്ഞാൽ ഇതിനെല്ലാം അപജയം വന്ന്, കാരണം അടുത്ത തലമുറയുടെ മക്കളൊന്നും ഈ വഴിക്ക് വരാനും പോകുന്നില്ല. കാരണം അവർക്കിതിലൊന്നും താല്പര്യമില്ല. ഇപ്പം എത്ര കുട്ടികളാണ് വിദേശത്തേക്ക് പോകുന്നത്? എത്ര കുട്ടികളാണ് ഈ പെമ്പിള്ളേരൊക്കെ കല്യാണം കഴിഞ്ഞ് വിദേശത്ത് പോയാൽ അവരുടെ മക്കളുണ്ട് ഇവിടെ വരാൻ പോകും. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്നത് ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ഉയർത്തണം. അപ്പം ആ പരമാത്മാവിലേക്ക് ഉയർത്തണമെങ്കിൽ മനസ്സിലാക്കണം, നമ്മൾ ആദ്യം ജീവാത്മാവാണ്. ആരാണ്? ഞാൻ ജീവാത്മാവാണ്. എന്താ ഈ ജീവാത്മാവെന്ന് പറഞ്ഞാൽ? ജീവാത്മാവെന്ന് പറഞ്ഞാൽ ചിന്തകളിൽ കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെ ജീവാത്മാവെന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ചിന്തകളിൽ, ചിന്ത എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറഞ്ഞാൽ കുറേ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും, എൻ്റെ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും ഇഷ്ടങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെയാണ് എന്ന് പറയാ ജീവാത്മാവ്. അപ്പം നമ്മളൊക്കെ പല സ്വഭാവങ്ങളിൽ, ഇഷ്ടങ്ങളിൽ, ഞാൻ രാവിലെ കിടന്നുറങ്ങും അതിൻ്റെ ഇഷ്ടമാണ്, ഞാൻ മൊബൈലെടുത്ത് കളിക്കുന്നു അതിൻ്റെ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ കുറേ ഇഷ്ടങ്ങളിലും കുറേ ശീലങ്ങളിലും സ്വഭാവങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ബോധത്തെ വിളിക്കുന്ന പേരാണ് പറയൂ ജീവാത്മാവ്. അപ്പം അങ്ങനെ ഒരു ജീവാത്മാവായി ജീവിച്ചു തുടർന്നാൽ എന്താ കുഴപ്പം? ഈ സ്വഭാവങ്ങളും ശീലങ്ങളും ഒന്നും മാറ്റിയിട്ടില്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എൻ്റെ ഇഷ്ടങ്ങളെ മാറ്റാൻ ഞാനൊരിക്കലും തയ്യാറല്ല. അപ്പോൾ കുറേ കൂടി വാശി വന്നു. അപ്പം കല്യാണം കഴിച്ചാൽ ഇവനിരുന്ന് തോണ്ടും. അപ്പം പിന്നെ എത്ര ദിവസം ഭാര്യ അയാളെ അഡ്ജസ്റ്റ് ചെയ്യും? കുറേ കഴിഞ്ഞാൽ ഭാര്യയ്ക്കും എടുക്കും. കാരണം എന്ത് പറഞ്ഞാലും ഇയാൾ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരവാദിത്വ ബോധമില്ല. മനസ്സിലാവുണ്ടോ? ആർക്കും നിങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്താൽ ഈ സ്വഭാവം മാറുമോ? അവർക്ക് പറയൂ, നിങ്ങൾ അമ്പലത്തിൽ വഴിപാട് ചെയ്താൽ ഈ സ്വഭാവം മാറുമോ? അപ്പം ഈ കുട്ടികളുടെ മനസ്സിനെ നമുക്ക് ആ ഒരു ജീവാത്മഭാവത്തിൽ നിന്നും പരമാത്മഭാവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പം എന്താ പരമാത്മ എന്ന് പറഞ്ഞാൽ? ഈ ചിന്തയിൽ കുരുങ്ങിക്കിടക്കുന്ന ബോധം അനന്ത സാധ്യതകളുടെ ബോധമാണ്, അനന്തമായ കഴിവുകളുടെ ബോധമാണ്. നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാവാൻ ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മൾ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കും. ഈ കുട്ടികൾ പലതും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ പറയാം കുട്ടി പഠിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ കുട്ടിയാണോ പഠിക്കുന്നത്? കുട്ടി ആ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കുകയാണോ? ഈ പഠിക്കാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ്, മനസ്സിൽ പതിയുന്ന കഴിവ് കുട്ടിയാണോ ഉണ്ടാക്കിയത്? ഏത് കാര്യം കുട്ടിയുടെ ഉള്ളിൽ പതിഞ്ഞ് കിട്ടുന്നതിൻ്റെ ആ കഴിവ് കുട്ടിയാണോ ഉണ്ടാക്കിയത്? ആണോ? അപ്പൊ എവിടുന്ന് വന്നു ഈ കഴിവ്? ഇത് എവിടുന്ന് കിട്ടി കുട്ടിക്ക്? അപ്പം ആ കുട്ടിയുടെ ബോധത്തിൽ പലതും അബ്സോർബ് ചെയ്യാനുള്ള, മനസ്സിലാക്കാനുള്ള, ഉൾക്കൊള്ളാനുള്ള, ഓർക്കാനുള്ളൊരു കഴിവ്, അനന്തമായ കഴിവുണ്ട് എല്ലാവരിലും. ഇല്ല ഇത് ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇതാരും ഉണ്ടാക്കിയതല്ല. ആ കുട്ടി ഇതെന്ത് മാത്രം ശ്രദ്ധ അതിലേക്ക് അങ്ങോട്ട് തിരിച്ചു വിട്ടു എന്ന് മാത്രം. അങ്ങനെ തിരിച്ചു വിട്ടപ്പോൾ ആ കാര്യങ്ങളെ കുറച്ചുകൂടി മനസ്സിലായി. എന്നാൽ പല ശീലങ്ങളും സ്വഭാവങ്ങളും ഉള്ളൊരു വ്യക്തിക്ക് ആ ശ്രദ്ധ എതിലേക്കാ പോവുക? അവരുടെ സ്വഭാവങ്ങളിലേക്ക് പോവും. അപ്പൊ വേണ്ടതിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ വരും. അപ്പൊ മനസ്സിന്റെ ആ സ്വഭാവങ്ങളിൽ നിന്നും അവരവരുടെ ശ്രദ്ധയെ വേണ്ടതിലേക്ക് കൊണ്ടുപോവാൻ ആ കുട്ടികളെ പ്രാപ്തമാക്കേണ്ടതുണ്ടോ? പറയൂ, പ്രാപ്തമാക്കേണ്ടതുണ്ടോ? അപ്പൊ ആ കുട്ടികളുടെ ശ്രദ്ധയെ ഒരിടത്ത് തന്നെ പിടിച്ചു നിർത്താൻ അത് വഴിപാടാണോ വേണ്ടത്? ചില പരിശീലനങ്ങളാണോ വേണ്ടത്? എന്താ വേണ്ടത്? അതിനാണ് നമ്മൾ കുട്ടികളുടെ മനസ്സിനെ നാമജപങ്ങളിലേക്ക് ആ കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. അപ്പൊ നിരന്തരമായ നാമജപ സംസ്കാരം കുട്ടികളിലേക്ക് കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാവുക ചോദിച്ചു കഴിഞ്ഞാൽ, ഇടയ്ക്കൊക്കെ മനസ്സ് പോയിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല. നിരന്തരമായ പരിശീലനം കൊണ്ട് ബോധത്തിന്റെ ശ്രദ്ധ ഏതിലേക്ക് വരും? കുറച്ചെങ്കിലും ഏതിലേക്ക് വരും? കൂടെ വന്നില്ലേ നിങ്ങൾ? ഏതിലേക്ക് വരും? നിരന്തരമായ നാമജപ സംസ്കാരം വരുമ്പോൾ ശ്രദ്ധ ഏതിലേക്ക് വരും? നാമത്തിലേക്ക് വരും. അപ്പൊ നാമത്തിലേക്ക് ശ്രദ്ധിച്ച് 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 വരുമ്പോൾ ഒരു കാര്യത്തിൽ ക്രമേണ ശ്രദ്ധ വയ്ക്കാനുള്ള, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കുട്ടിയുടെ കഴിവ്, അവർക്ക് പറയൂ,
കൂടി വരും. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അമ്പലത്തിൽ പോയി തൊഴുതു പോവുകയാണോ വേണ്ടത്, നാമം ജപിപ്പിക്കുകയാണോ വേണ്ടത്? അതാണ് നമ്മുടെ അമ്മമാർ പഠിപ്പിക്കാതെ പോയത്. അപ്പം കുട്ടികളെ നിർബന്ധമായും എന്ത് പരിശീലിപ്പിക്കണം? പണ്ട് കാലത്ത് നോക്കൂ, സന്ധ്യയ്ക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് നാമം ചൊല്ലിയത് കൊണ്ടൊക്കെയാണ് ആ വീട്ടിൽ സഹോദരി സഹോദര ബന്ധം വളരെ ദൃഢമായത്. ഇന്ന് സന്ധ്യയ്ക്ക് നാമജപമില്ല, അതുകൊണ്ട് കുട്ടികൾ തമ്മിൽ ബന്ധങ്ങളും ഇല്ലാതായിപ്പോയി. രണ്ടെണ്ണേ ഉള്ളൂ. എന്നിട്ട് പോലും ആത്മാർത്ഥമായൊരു ആരും നശിപ്പിച്ചു, നിങ്ങൾ നശിപ്പിച്ചു. കാരണം ഇടക്കാലത്ത് TV വന്നു, സീരിയൽ വന്നപ്പം ഉള്ള തള്ളമാരൊക്കെ അതിൻ്റെ മുന്നിലായിപ്പോയി. അവരമ്മമാർ തന്നെ വിളിക്കാൻ പറ്റില്ല. ഒരു ഒടുക്കത്തെ സീരിയലിൽ അവർ ഒതുങ്ങിപ്പോയി. മക്കൾ പിന്നെ മൊബൈലും കൂടെ വന്നു, സ്മാർട്ട് ഫോണും കൂടി വന്നപ്പോൾ അവരതിലും അടക്കി. എന്നാൽ നിങ്ങൾ നോക്കൂ, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അപകടം ഉണ്ടായില്ല. അവർക്കും മൊബൈൽ, അവർക്കും TV ഉണ്ട്. അവരവരുടെ പള്ളികളിൽ നിന്നൊന്നും മാറിയില്ല. കുട്ടികളെയൊക്കെ അതേറ്റവും കാണേണ്ടത് മുസ്ലിങ്ങളെയാണ്. കാലത്ത് 6 മണിക്ക് കുരു പിന്നെ പിള്ളേരെയൊക്കെ തൊപ്പിയടിപ്പിച്ച് കൊണ്ടുവന്ന് കണ്ടില്ലേ നിങ്ങൾ? രാവിലെ ഒന്ന് പോയി നോക്കാം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ കാലത്ത് പുലർച്ചയ്ക്ക് കുട്ടികളിങ്ങനെ പുസ്തകം എടുത്ത് പോകുന്നത് കാണാം. നമ്മുടെ കുട്ടികൾ 8 മണി വരെ കടന്നുറങ്ങും. അപ്പം അവർക്ക് ആ മതബോധമുണ്ട്, അവർക്ക് അതുകൊണ്ട് അവർ രക്ഷപ്പെടണം. നോക്കും, നിങ്ങൾ ഏതെങ്കിലും മുസ്ലിം പിള്ളേർ ആത്മഹത്യ ചെയ്യുന്നത് അധികം കേട്ടിട്ടുണ്ടോ? വിദ്യാഭ്യാസമുള്ള ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ ഹിന്ദു കുട്ടികളാണ്. കാരണം ചെറുപ്പത്തിലെ അലസതയും അവശതയുമായി ജീവിതത്തിൽ പിന്നെ എവിടെ നേരെയാവുക? എന്നിട്ട് ഈ അമ്മയുടെ മകൻ പുഷ്പാഞ്ജലി നശിപ്പിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നിങ്ങൾ വഴിതെറ്റിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. വിചാരിച്ച് കുട്ടികളെ വഴിതെറ്റിക്കരുത്. കൃഷ്ണൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്ന ബുദ്ധിഭേദം ജനയേത്, ഡോണ്ട് മിസ്ഗൈഡ് അതേഴ്സ്. നിങ്ങൾക്ക് വിവരമില്ലെങ്കിൽ വിവരമില്ല എന്ന് വെച്ചോളൂ, പക്ഷെ മറ്റൊരാളെ വഴിതെറ്റിക്കരുത്. നിങ്ങൾ വഴിതെറ്റിക്കുകയാണ്, നിങ്ങൾ വഴിമുടക്കികളാണ്. കാരണം അവരിലുള്ള ഇമ്മൻസ് പൊട്ടൻഷ്യാലിറ്റി, അവരിലുള്ള ശ്രദ്ധിക്കാനുള്ള കഴിവ്, അവരുടെ മനസ്സിനെ ഉയർത്താനുള്ള കഴിവിനെ നമ്മൾ ക്രമേണ ഇല്ലാതാക്കുക. എനിക്ക് ഇന്നലെ രാത്രി ഇവിടുന്ന് പോയി ഒരു സീനിയർ ടീച്ചർ എന്നെ ഫോൺ ചെയ്തു. ഞാനത് പേര് പറയാൻ പാടില്ല. വൺ ഓഫ് ദി വളരെ എഫിഷ്യൻറ്റ് ടീച്ചറാണ്. ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ട് രാത്രി എൻ്റെ ഒരു 9:00 എങ്ങനെ എൻ്റെ ഫോൺ കിട്ടി, സ്വാമി പ്ലീസ് കട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 മിനിറ്റ്സിൻ്റെ ഉള്ളൊക്കെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അവരങ്ങനെ നിർത്താതെ ഞാൻ പറഞ്ഞു, നാണമില്ലേ നിങ്ങൾക്കൊരു ടീച്ചറാണെന്ന് പറയാം? നിങ്ങൾ എങ്ങനെ ടീച്ചറായത്? കാരണം നിങ്ങൾ ടീച്ചറാവാൻ യോഗ്യരല്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പ്രശ്നങ്ങൾ. അപ്പം നമ്മൾ ഇതുവരെ സൊല്യൂഷൻ കണ്ടെത്താത്ത പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങളൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ അതാ ശീലിപ്പിക്കുന്നത്. അതേ ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരെ ഉറപ്പിക്കുകയാണ്, എനിക്ക് പല ന്യൂനതകളുണ്ട്, കുറവുകളുണ്ട്. ഇതൊക്കെ ആര് പരിഹരിച്ചു തരണം? ഭഗവാൻ അപ്പം നിങ്ങൾ എന്താ കുട്ടിയുടെ ഉള്ളിൽ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഉറപ്പിക്കുകയാണ്, നിനക്കൊരിക്കലും നിന്നെ നേരെയാക്കാൻ പറ്റില്ല. ആര് നേരെയാക്കി തരണം? അല്ലെ, അങ്ങനെയല്ലേ ഇത്? ഭഗവാൻ നേരെയാക്കി തരണം. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നേരെ വിപരീത പറയണത്, ഉദ്ധരേത് അവനവൻ നേരെയാക്കണമെന്നാണ്. അതുകൊണ്ട് സത്സംഗം ഇല്ലാതെ പോയതിൻ്റെ ഈ മുസ്ലിം കുട്ടികൾക്ക് കിട്ടിയത് അവരുടെ മദ്രസയിലുള്ള പഠനങ്ങളാണെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോയത് ഒരു ആത്മീയമായൊരു പഠനം ഇല്ലാതെ പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2 ദുരന്തം ചെയ്യരുത്. കുട്ടികളെ അമ്പലത്തിൽ പോയി തൊഴിപ്പിക്കുകയും ചെയ്യരുത്, 2 കുട്ടികൾക്ക് വേണ്ടി വഴിപാടും ചെയ്യരുത്. ഈ 2ഉം ദുരന്തമാണ്, ചെയ്യരുത് അത്. പിന്നെന്താ വേണ്ടത്? അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്തിനു വേണ്ടി? കുട്ടികളെ അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയിട്ട്? നാമം ജപിപ്പിക്കാൻ. അതാണ് ആഞ്ഞൊക്കെ ഇവിടെ പണ്ട് കാലത്ത് പാവം ആഞ്ഞൻ മാധവൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ സപ്താഹം വൈകുന്നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ പിടിച്ചിരുത്തി അദ്ദേഹം തൊഴാനല്ല പറയുക, അദ്ദേഹം നാമം ജപിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു സംസ്കാരം ഈ ക്ഷേത്രത്തിൽ, അതൊക്കെ കളഞ്ഞു കുളിച്ചു. പിന്നീട് ദേവസ്വം എന്ന് പറയുന്ന ഒരു സാധനം വന്നതോടുകൂടി ഒക്കെ നശിപ്പിച്ച് കൈ കിട്ടി നമുക്ക്. നാമജപം എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യമില്ല. ഇപ്പം ആകെ ഉള്ളൊരു കൃഷ്ണനാട്ടം കളിയുടെ കുറച്ച് കുട്ടികൾ വൈകുന്നേരം കുറച്ചല്ലേ, അത് പാവം അവർ കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്തിരി മറ്റെല്ലാ കുട്ടികളും വരുന്നൊരു കാലം ഉണ്ടായിരുന്നോ? ഈ നാട്ടിലെ പ്രദേശത്തെ എല്ലാ കുട്ടികളും വരുന്ന നാമം ജപിക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഗുരുവായൂരിൽ. കാരണം അന്ന് ഇവിടെ മഹാന്മാരായിരുന്നു. അന്ന് മഹാന്മാർ പറയുന്നതാണ് ഇവിടെ ഉള്ളവർക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. ആഞ്ഞൊക്കെ അത്ര പ്രഭാവമുള്ള ഒരാളായിരുന്നു. പിന്നെ ആഞ്ഞത്തിൻ്റെ കാലഘട്ടത്തിൽ അതിലും ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് മഹാന്മാർ വന്നു പോകുന്നൊരു സ്ഥലമായിരുന്നു. ഓട്ടൂരുണ്ടായിരുന്നു, അങ്ങനെ പലരും വൈഷ്ണവർ, അങ്ങനെ പലരും. അതുപോലെ തന്നെ അനവധി ആചാര്യന്മാർ, വളരെ വിജ്ഞാനികളായിട്ടുള്ള മഹാന്മാർ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ നാമജപത്തിന് വളരെ അത് പിന്നീട് പോയി തൊഴലും വഴിപാടായിട്ട് മാറി. അത് കുറേ അമ്മമാരാണ് നശിപ്പിച്ചത്. സത്യത്തിൽ അമ്മമാരാണ് വഴിതെറ്റിച്ചത്. അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2 തെറ്റുകൾ ചെയ്യിക്കരുത്. കുട്ടികളെ തൊഴിപ്പിക്കാനും കൊണ്ടുപോകരുത്. കുട്ടികളെ വെറുതെ വഴിപാട് ചെയ്യിച്ചു പോകരുത്. വേണ്ടത് എന്താണ്? കൃഷ്ണൻ പറഞ്ഞൊരൊറ്റ വാക്ക്, നാമസങ്കീർത്തനം യക്സ്യ.
ഭഗവാൻ ഗീതയിൽ 10-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകം വേണമെങ്കിൽ അനുസരിച്ചാൽ മതിയേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൃഷ്ണനെ അനുസരിച്ചാൽ മതി. നിങ്ങൾ ചെയ്യുന്നത് കൃഷ്ണൻ പറഞ്ഞതല്ല, നിങ്ങൾ കൃഷ്ണന് വിരുദ്ധമായ കാര്യം ചെയ്യുന്നത്. കൃഷ്ണൻ പറഞ്ഞതേ അല്ല നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. ഗീതയിൽ 10-ാം അധ്യായത്തിൽ 25-ാം ശ്ലോകം, ഗീത ഭഗവത്ഗീത, അവിടെ 10-ൽ കൃഷ്ണൻ പറയും യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നൊരു ശ്ലോകമുണ്ട്. യജ്ഞാനം കണ്ടു, ആർക്കെങ്കിലും കിട്ടിയോ? ഗീതയിലെ 10 ആണോ? അങ്ങനെയുണ്ടോ? യജ്ഞാനം, യജ്ഞങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠമായ യജ്ഞം, തൊഴുതുപോകുന്ന യജ്ഞമല്ല കൃഷ്ണൻ പറഞ്ഞത്. എന്താണ്? ഉറക്കെ പറയൂ. ഇന്നിപ്പോ കുട്ടികളോട് നാമം ചൊല്ലാൻ പറഞ്ഞാൽ കുട്ടികൾ ചൊല്ലുവോ? പൊതുവെ ചൊല്ലുവോ? അതെന്തേ അങ്ങനെയാക്കി? ചെറുപ്പത്തിൽ ശീലം ഉണ്ടാക്കിയില്ല, തൊഴുതുപോയി, വഴിപാടും ചെയ്തു. ഈ തൊഴലും വഴിപാടും നിങ്ങൾ തെറ്റിച്ചതല്ലേ? നിങ്ങളുണ്ടാക്കിയ ദുരന്തല്ലേ? കൃഷ്ണൻ പറഞ്ഞതിന്റെ വിരുദ്ധം നിങ്ങൾ ചെയ്തത്, അതുകൊണ്ട് ദുരിതം അനുഭവിക്കും നിങ്ങൾ. കൃഷ്ണൻ പറഞ്ഞത് എന്താണ്? യജ്ഞാനം ജപയജ്ഞോസ്മി. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരെ പരിശീലിപ്പിക്കേണ്ടതായിരുന്നു. ഏത്? നാമയജ്ഞം. നാമയജ്ഞമാണ് ഈ കലിയുഗത്തിൽ ചെയ്യാനുള്ളത്. ആ നാമയജ്ഞമാണ് നമ്മൾ വിട്ടുപോയത്. അതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ നിങ്ങളോട്, നാമജപം ഇല്ലാതെ നിങ്ങൾ കുട്ടികളെ വളർത്തിയാൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മേടിക്കും. ഒരുപക്ഷെ കൈകൊണ്ട് തരില്ല, മനസ്സുകൊണ്ട് നിങ്ങളിൽ നിന്നും അകലും. കുറേ കഴിഞ്ഞ് നിങ്ങൾ ഒറ്റപ്പെടും. അന്ന് നിങ്ങളിരുന്ന് കരയരുത്, ദൈവത്തോട് പറഞ്ഞ് കരയരുത്, ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തി എന്നൊക്കെ പറയരുത്. കാരണം നിങ്ങൾ വളർത്തിയത് ഏത് പട്ടിയും പൂച്ചയും ചെയ്യുന്ന കാര്യമാണ്. അതും അതിൻ്റെ കുട്ടിക്ക് പാല് കൊടുക്കും, അതും അതിൻ്റെ കുട്ടിക്ക് ഇര തേടാനൊക്കെ പഠിപ്പിക്കും. ഉണ്ടോ? 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ കുട്ടികൾ വളരും. പട്ടിയും പൂച്ചയൊക്കെ അതും അതിന് സ്നേഹം കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അതും അതിനെ ഇര തേടാൻ പഠിപ്പിക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോയി പിന്നെ അത് ഇണചേർന്ന് അതിൻ്റെ ഒരു ലോകത്തിൽ അത് ജീവിക്കും. ആണോ? ഇതാണ് പ്രകൃതിയിൽ നമ്മൾ കണ്ടുപിടി. ഇതുപോലെയൊക്കെയാണ് നിങ്ങളും പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ കുറെ സ്കൂളിൽ പറഞ്ഞയച്ചു, ജോലി കിട്ടി, പിന്നെ അവൻ്റെ ഒരു ഇണയെ കണ്ടെത്തി അതിൻ്റെ കൂടെ ജീവിച്ച് അങ്ങനെ ഒരു യോഗത്തിൽ പട്ടിയും പൂച്ചയും പോകുന്ന പോലെ അവർ പോകുന്നു. നിങ്ങളോട് എന്ത് പ്രതിപത്തി കാണിക്കണം? എന്നിട്ട് നിങ്ങൾ കരയാണ് ഇരുന്നിട്ട് മക്കൾ നോക്കുന്നില്ല എന്ന്. നിങ്ങൾ അർഹരാണ് അതിന്. കാരണം മക്കളോടൊരു ബന്ധം ഉണ്ടാവണമെങ്കിൽ അവരെ നാമജപ യജ്ഞത്തിലേക്ക് ചെറുപ്പത്തിലെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അവരെ പ്രായമാകുമ്പോൾ ഓർമ്മ വരും, ഈ ഒരു യജ്ഞമാണ് വളരെ താളം തെറ്റലില്ലാതെ ജീവിതത്തെ കൊണ്ടുവന്ന്. ആ കടപ്പാട് അവർക്ക് മരിക്കുന്നത് വരെ നിങ്ങളുണ്ടാവും. ദുരുവനൊക്കെ അമ്മയോർത്ത് പറഞ്ഞ പോലെ കുലം പവിത്രം ജനനീകൃതാർത്ഥ, കുലം പവിത്രം ജനനീകൃതാർത്ഥ വസുന്ധര പുണ്യവതീന. അപ്പൊ ആ ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ നമുക്ക് കൊണ്ടുവരണോ വേണ്ടയോ? പറയൂ. അതിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഇവിടെ നമ്മൾ പ്രഹ്ലാദന്റെ കഥയിലേക്ക് കടക്കുകയാണ്. ഇപ്പം ഈ പ്രഹ്ലാദന്റെ കഥയിലേക്ക് കിടക്കുമ്പോൾ ഞാൻ ആ നാമജപത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് നാരായണീയത്തിലെ ഒരു ശ്ലോകം കൂടി ഒന്ന് പറയാം. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാടും പറയും, കലിയുഗത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ യജ്ഞം തൊഴലുമല്ല വഴിപാടുമല്ല. ഇത് രണ്ടുമല്ല നമുക്ക് കലിയുഗത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ചെയ്യാനുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കലിയുഗത്തിൽ എങ്ങനെയാ ഉണ്ടാവുക? തൊഴുതുപോയാൽ കിട്ടുന്ന ഒരിക്കലും ഭഗവാൻ ആരും മഹാത്മാക്കൾ പറഞ്ഞിട്ടില്ല. ഗുരുവായൂരപ്പനെ തൊഴുതു പോകണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അയ്യപ്പനെ തൊഴുതു പോകണമെന്ന് ആരും പറഞ്ഞില്ല. അത് ആളുകൾ അന്ധമായി പോവുകയാണ്. അതിപ്പോൾ എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു പൊട്ടൻ്റെ പിന്നാലെ ഒരു ആട് ചാടിക്കഴിഞ്ഞാൽ പണ്ട് ക്ലാസ്സിൽ ടീച്ചർ ചോദിക്കുകയായിരുന്നു, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോടെ, 10 ആടിനെ കെട്ടിയ ഒരു വേലി കൊണ്ട് കെട്ടിയ ഒരു ഗ്രൗണ്ടിൽ 10 ആട് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ കൊച്ചു കുട്ടികളാണ്. 10 ആടിൽ നിന്ന് 2 എണ്ണം പുറത്തേക്ക് ചാടിയാൽ ബാക്കി എത്ര ഉണ്ടാവുന്നു? അപ്പം സാധാരണ ടീച്ചർ പ്രതീക്ഷിക്കുന്നത് 10-8 എന്നല്ലേ. കുട്ടി പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല. ടീച്ചർ പറഞ്ഞു നിനക്ക് മനസ്സിലായില്ല ചോദ്യം. 10 ആടുണ്ട്, അതിന്ന് 2 എണ്ണം പുറത്ത് ചാടി. അപ്പൊ 10-2 എത്രയാ? കുട്ടി പറഞ്ഞു ടീച്ചറെ ആടുണ്ടാവില്ല. ഒന്നുകൂടി പറഞ്ഞു 10ന്ന് 2 പോയാൽ 0 ആണോ ഉത്തരം കിട്ടുക? ഇവൻ കുറച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ടീച്ചർക്ക് ഒരു പക്ഷേ കണക്കറിയും, പക്ഷെ ആടിന്റെ സ്വഭാവം അറിയില്ല എന്ന്. കാരണം ഞാൻ വരുന്നത് ആടൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണ്. അവിടെ ഒരു ആട് പുറത്ത് ചാടിയാൽ ബാക്കിയെല്ലാം ആടും ചാടും. ഇതന്നെയാണ് നമ്മുടെ അമ്പലത്തിന്റെ അവസ്ഥ. ഒരെണ്ണം പോയാൽ പുറകിലെല്ലാം അങ്ങനെ പോയിക്കോളും. ഒരെണ്ണം പോയാൽ മതി, ബാക്കിയൊക്കെ അങ്ങനെ പോയിക്കോളും. ഒരു നമുക്ക് ഒന്നങ്ങോട്ട് ഒരു തള്ളു തുടങ്ങിയാൽ ബാക്കിയൊക്കെ അങ്ങോട്ട് തള്ളി പോയിക്കോളും. അതല്ലേ ആ ദേവസ്വം സ്റ്റാഫ് ഇത്ര ചീത്ത വിളിക്കുന്ന ആൾക്കാരെ? എന്തെങ്കിലും ചീത്ത വിളിക്കാത്തൊരു ദിവസം ഗുരുവായൂർ അമ്പലത്തിലുണ്ടോ? അതെന്തുകൊണ്ടാണ്? ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ചുള്ളതേ കിട്ടുള്ളൂ. എന്താ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയില്ലെങ്കിൽ അവിടെ ഇരുന്ന് നാമം ചെല്ലിയാലും മതി. അപ്പൊ കലിയുഗത്തിൽ ഭഗവത് പ്രീതിക്ക് വേണ്ടി എന്താ വേണ്ടത്? ഇഹകലി സമയേ എന്താ വേണ്ടത്? നാരായണീയത്തില് 92-ാം ദശകത്തില് 5-ാം ശ്ലോകം എടുത്ത് നോക്കൂ നിങ്ങൾ.
പട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വെച്ച് എഴുതിയതാ. ഇതൊക്കെ വായിക്കും, എന്നിട്ടും തോന്നിയത് തന്നെ ചെയ്യുള്ളൂ. കാരണം ശീലിച്ചതല്ലേ പാടുള്ളൂ. നമ്മൾ നാരായണീയൊക്കെ വായിച്ചാലും ചിലപ്പോൾ അർത്ഥം ആവാത്തതും കൊണ്ടും ആവാം. ഇത് മനസ്സിലായാലല്ലേ എന്താ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പറയാണ്, ഈ കലിയുഗത്തിൽ എന്താണ് വേണ്ടത്? കിട്ടിയോ ശ്ലോകം? ശ്വേതശ്ചായം മുനിവരവപുഷം. 92-ലാണോ? ആർക്കെങ്കിലും കിട്ടിയോ ശ്ലോകം? 93-ലാണോ 92-ലാണോ? 92-ല് 5-ല് 95-ൽ. ഞാൻ പറഞ്ഞത് കറക്റ്റാണല്ലോ? 92 തന്നെയാണല്ലോ. എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. 92-ൽ 5-ാമത് കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ അതല്ലേ പറഞ്ഞിരുന്നത്? ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയല്ലേ? കറക്റ്റ്. എന്നെ തെറ്റിദ്ധരിപ്പിക്കല്ലേ. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു മെമ്മറി കിടക്കുക. ഞാനിതൊക്കെ എപ്പോഴും വായിച്ചു നോക്കിയിട്ട് പറയുന്നതല്ല. എവിടെയോ റെഫറൻസിൽ അങ്ങനെ പറയുമ്പോൾ തലയിൽ കയറി വരുന്നതാണത്. ഒരിക്കൽ നിങ്ങൾ തെറ്റ് പറഞ്ഞാൽ തെറ്റവിടെ കിടക്കും. പിന്നെ ഞാൻ അതിനനുസരിച്ച് പറഞ്ഞു. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി. വായിക്കൂ, നിങ്ങളിലുണ്ടല്ലോ പുസ്തകം. ഞാൻ പറഞ്ഞല്ല, വായിക്കൂ ഉറക്കെ. നിങ്ങളൊക്കെ നാരായണീയം വായിക്കുന്നവരല്ലേ? വായിക്കൂ. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി. വല്ലവർക്കും വല്ല പിടിയുണ്ടോ വായിക്കുന്നത് എന്താന്നുള്ളത്? വായിക്കുന്നത് വല്ല പിടിയുണ്ട് എന്താന്നുള്ളത്? അതായത് പറയുകയാണ് അവിടെ, ശ്രദ്ധിക്കുക. ശ്വേതശ്ചായം മുനിവരവപുഷം പ്രീണയന്തേ തപോപി. ശ്വേതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് 4 യുഗങ്ങളിൽ ആദ്യത്തെ യുഗം. അതിനെ ശ്വേതം, വെളുത്തത് എന്ന് വെച്ചാൽ സത്യയുഗം. അപ്പൊ സത്യയുഗത്തിന്റെ പേരാണ് ശ്വേതശ്ചായം. പ്രീണയന്തേ തപോപി. അന്ന് ആളുകൾക്ക് ധ്യാനം ചെയ്താൽ തന്നെ ഭഗവാന്റെ അനുഗ്രഹം, അനുഭൂതി, ബോധ്യം വരുമായി. 2, രണ്ടാമത്തെ യുഗം ഏതാണ്? ത്രേതായുഗം. അതിനെയാണ് എന്ത് പറഞ്ഞത്? അടുത്ത യുഗത്തിന് എന്താ പഠിച്ചത്? ത്രേതായാം. എന്ത് ചെയ്തു ആളുകള്? സൃക്സുവാദി. സൃക്സുവ എന്നൊക്കെ പറഞ്ഞാൽ യജ്ഞരൂപം ചെയ്താൽ, യജ്ഞം ചെയ്താൽ അവർക്ക് ഭഗവാന്റെ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കും. പിന്നീട് മൂന്നാമത്തെ യുഗമാണ് ദ്വാപരയുഗത്തിൽ. ഈ ദ്വാപരയുഗത്തിലാണ് സേവന്തേ തന്ത്രമാർഗം. പൂജാദികൾ വാസ്തവത്തിൽ ഈ യുഗത്തിന്റെ അല്ല എന്നാണ് പട്ടതിരിപ്പാട് പറയുന്നത്. പൂജയൊന്നും ഈ യുഗത്തിന്റെ അല്ലത്രേ. ഇതൊക്കെ ഏത് യുഗത്തിന്റെ? ദ്വാപരയുഗത്തിന്റെയാണ്. എന്നാൽ ഇഹകലി സമയേ, ഈ കലിയുഗത്തിൻ്റെത് എന്താണ്? സേവന്തേ തന്ത്രമാർഗി, നീലം സങ്കീർത്തനാത്തി ഇഹകലി സമയേ. നീലം സങ്കീർത്തനാത്തി. സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നാമജപമാണ്. ഏത് യുഗത്തിൻ്റെത്? കലിയുഗത്തിന്റെ. അപ്പൊ നാമജപത്തിനാണ് ഈ യുഗത്തിന് പ്രാധാന്യം. മനസ്സിലായില്ലേ? പൂജാദികളൊക്കെ ഏതിൻ്റെ ആയിരുന്നു? ദ്വാപരയുഗത്തിന്റെ. അപ്പൊ കാലം മാറുമ്പോൾ ഉപാസനയ്ക്കും മാറ്റങ്ങൾ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആ ദ്വാപരയുഗത്തിന്റെ തുടരുന്നു എന്ന് മാത്രം. ദ്വാപരയുഗത്തിന്റെ സംസ്കാരം. പക്ഷെ നോർത്തിൽ ഈ പ്രശ്നമില്ല. നോർത്തിൽ അവർ ആ നാമജപത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അവിടുത്തെ ഹിന്ദുക്കളിൽ വളരെ ഐക്യമുണ്ട്. ഹിന്ദുക്കൾ വളരെ സ്ട്രോങ് ആണ്. അവരിൽ ആത്മഹത്യയൊന്നുള്ള പ്രശ്നങ്ങളില്ല. ജാതീയമായ ചില പ്രശ്നങ്ങളുണ്ടെന്നല്ലാതെ, അതും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉള്ളതൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിലിരിപ്പുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. എന്നാൽ ഈ കേരളത്തിലൊക്കെ എന്താ സംഭവിച്ചു വെച്ചാൽ, ആളുകൾ നല്ലൊരു ശതമാനം ഹിന്ദുക്കളും അന്ധവിശ്വാസികളാണ്. നമ്മളിപ്പോഴും അന്ധവിശ്വാസമുള്ളവർ. നിങ്ങൾ അമ്പലത്തിൽ പോയാലും അന്ധവിശ്വാസികളാണ്. എന്താണ് അന്ധവിശ്വാസം? പുറത്തൊരു ദൈവം പ്രാർത്ഥന കേട്ട് വഴിപാടിൽ തൃപ്തനായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന അന്ധവിശ്വാസമാണ്. അത് മാറിയെടുക്കണം നിങ്ങൾ. കാരണം അങ്ങനെ പുറത്തൊരു ദൈവവും ഇല്ല നമുക്ക്. അത് വളരെ വ്യക്തമായി നിങ്ങളുടെ കാരണം ജീവാത്മാവ് പരമാത്മാവാവണമെങ്കിൽ പുറത്തേക്കല്ലല്ലോ പോകാനുള്ളത്. ജീവാത്മാവിന് പരമാത്മാവാൻ സാധിക്കുന്നത് എവിടെ തന്നെയാണ്? അത് നമ്മൾ അതാണ് ഈ സത്സംഗം പഠിക്കുമ്പോഴാണ്, കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഒരു ഫൈനൈറ്റ് എന്ന് പറയുന്നത് നോക്കൂ. ഇപ്പൊ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ പരിമിതികളുള്ള ഒരു ആള്. ആ ഫൈനൈറ്റ് നിൽക്കുന്നതിന് ഒരു ഇൻഫിനിറ്റിലേ നിൽക്കുള്ളൂ. ഈ മുറിയുടെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ എക്സാമ്പിളാണ്. ഈ മുറിയുടെ അകത്തുള്ള ഒരു ആകാശം എന്ന് പറഞ്ഞ സ്പേസ്, അത് പുറത്തുള്ള ഒരു ആകാശത്തിന്റെ ഒരു ഭാഗമല്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള വായു, അന്തരീക്ഷത്തിലുള്ള വായുവിന്റെ അതിന് വേർപെട്ട് നിൽക്കാൻ പറ്റില്ല. ഇറ്റ് ഈസ് വൺ. ഉള്ളിലുള്ള ചൂട് അന്തരീക്ഷത്തിന്റെ ചൂടിന്റെ ഒരു ഭാഗമാണെങ്കിൽ നമ്മുടെ ബോധം അനന്തബോധത്തിന്റെ അപ്പൊ അതെങ്ങനെ പുറത്താവുക? അപ്പൊ ആ അനന്തബോധമാണ് ഈശ്വരനെങ്കിൽ എവിടെയാണോ ജീവാത്മാവുള്ളത് അവിടെ തന്നെയാണ് ആ പരമാത്മാവും ഉള്ളത്.
അപ്പം അതുകൊണ്ട് അതിന് വേണ്ടതാണ് നാമ സങ്കീർത്തന സംസ്കാരങ്ങൾ വേണ്ടത്. അപ്പം നമുക്കിത് കഴിഞ്ഞ് പ്രഹ്ലാദ ചരിത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പം പ്രഹ്ലാദന്റെ കഥ ഇന്നലെ കണ്ടു. ഹിരണ്യകശിപുവിനെ വധിച്ചു ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്നത്. അപ്പം പ്രഹ്ലാദന്റെ ഒരു സ്തുതിയുണ്ട്, അത് ഗംഭീരമാണത്. ആ സ്തുതി ഒന്ന് നോക്കണം. അപ്പം നമുക്ക് കുറച്ചുകൂടി എന്താണ് ആത്മീയത എന്ന് മനസ്സിലാക്കാൻ പ്രഹ്ലാദ സ്തുതി ഇതൊക്കെ നിങ്ങൾ ക്രമേണ ഒന്ന് വായിക്കണം. സംസ്കൃതം ആയതുകൊണ്ട് ഇതൊരു ബുദ്ധിമുട്ടായി കണക്കാക്കരുത്. കുട്ടികളെയൊക്കെ ഒന്ന് ഇതിലേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുവരാൻ അതിനെന്തെങ്കിലും ഒരു ശ്രമം നമ്മളെല്ലാവരും ചെയ്താൽ സാധിക്കും. ആദ്യം നിങ്ങൾ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്താണ് പ്രഹ്ലാദൻ പറയുന്നത് എന്ന്. ഇവിടെ പ്രഹ്ലാദ സ്തുതി വരുന്നത് ഭാഗവതത്തിലെ 9-ാം അധ്യായത്തിലാണ്. 7-ാം സ്കന്ധത്തിൽ 9-ാം അധ്യായം. എല്ലാവരും ഒന്ന് പ്രഹ്ലാദ സ്തുതി എടുക്കുക. ബ്രഹ്മാദയസുരഗണാമുനയോദ സിദ്ധാം സത്വൈകദാനമതയോ വചസംപ്രവാഹൈ നാരാദിതും പുരുഗുണേ അധുനാപി വിപ്രോ കിം തോഷ്ടുമർഹതി സമേ ഹരിരുക്രജാതേ മന്യേതനാപി ജനരൂപതപശ്രുജോജാം തേജപ്രഭാവബല പൗരുഷ ബുദ്ധിയോഗാം നാരാധനായ ഹി ഭവന്തി വരസ്യ പുംസോ ഭക്ത്യാ തു ദോഷ ഭഗവൻ ഗജയൂതപായ വിപ്രാദിഷദ്ഗുണായുധരവിന്ദനാഭ പാദാരവിന്ദ വിമുഖൽ ശബജം വരിഷ്ടം മന്യേ തദർപ്പിതമനോവചനേ ഹിതാപ്ത പ്രാണം പുനാതിസകുലം നദുഭൂരിമാന നൈവാത്മന പ്രപുരയം നിചലാപപൂർണോ മാനം ജനാദ വിദുഷക്കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദതീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ തസ്മാദഹം വിഗത വിക്ലവ ഉദ്ധരി ഈശ്വരസ്യ സർവാത്മനോ മൈ ഗൃണാമി യഥാ മനീഷം നീജോജയാ ഗുണവിസർഗന അനുപ്രവിഷ്ട പൂയേതയേന ഹി പുമാൻ അനുവർണിതേന തുടങ്ങിയ വരികളുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നതാണ്. ഇവിടെ പ്രഹ്ലാദൻ ചോദിക്കുകയാണ്, ഭഗവാൻ ഉഗ്രരൂപമെടുത്ത് ഹിരണ്യകശിപുവിനെ വധിച്ച് ഭഗവാന്റെ ഘോരമായ ഉഗ്രമായ ഭയാനകമായ ആ രൂപത്തിൻ്റെ ക്രോധം ശമിപ്പിക്കാൻ ദേവന്മാർക്കൊന്നും സാധിച്ചില്ല. പക്ഷെ പ്രഹ്ലാദൻ ചെന്നപ്പോൾ പ്രഹ്ലാദൻ ഭഗവാന്റെ മുന്നിൽ കൈകുപ്പി സ്തുതിച്ചപ്പോൾ ഭഗവാൻ വളരെ പെട്ടെന്ന് കെട്ടടങ്ങി. അപ്പം ഭഗവാനുമായി പ്രഹ്ലാദന് കണക്ഷൻ വന്നു. ആർക്ക് വന്നില്ല? ബ്രഹ്മാദി ദേവന്മാർക്കൊന്നും കണക്ഷൻ വന്നില്ല. അത് എന്താണ് കാരണം? പ്രഹ്ലാദൻ പറയാണ്, ഭക്ത്യാതുദോഷ ഭഗവൻ. ഭഗവാനുമായി കണക്ഷൻ ഉണ്ടാവാൻ എന്ത് വേണം? ഭക്തി വേണമെന്ന്. എന്താണ് ഈ ഭക്തി എന്നത് സത്യത്തിൽ ഹിന്ദുക്കൾക്കറിയില്ല. അമ്പലത്തിൽ പോകുന്നതാണ് ഭക്തി എന്നാണ് നമ്മൾ പഠിച്ചത്. അമ്പലവുമായിട്ട് ഭക്തിക്ക് യാതൊരു ബന്ധമില്ല. അമ്പലവുമായിട്ട് ബന്ധമില്ലാത്ത ഒന്നാണ് ഭക്തി. ഭക്തി എന്നത് ഒരു സ്ഥലത്തുണ്ടാക്കുന്നതല്ല. ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം പഠിക്കണം. എന്താണ് ഭക്തി? നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്ന ഭക്തി എന്ന് പറഞ്ഞാൽ ദൈവത്തെ വിശ്വസിക്കുക. നിങ്ങൾക്കൊക്കെ ദൈവവിശ്വാസം ഉണ്ടോ? എത്ര പേർക്ക് ദൈവവിശ്വാസമുണ്ട്? നിങ്ങളാണ് കഴുതകൾ. കാരണം ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ കഴുതകളാണ്. സത്യത്തിൽ നോക്കൂ, ഈ വാക്കുകളൊക്കെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. കാരണം ഇതൊന്നും നിങ്ങൾക്ക് സത്സംഗ പരിചയമില്ലാത്തതുകൊണ്ട് ഉറപ്പിച്ചു പോയതാണ്. വിശ്വാസം എന്ന വാക്ക് പറയുന്നതൊക്കെ വളരെ താഴ്ന്ന വാക്കുകളാണ്. ഇതൊക്കെ ഇതര മതക്കാർ പ്രചരിപ്പിച്ച് ഹിന്ദുപ്പത് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പറയാറുണ്ടോ ഇതെൻ്റെ അച്ഛനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു? പറയാറുണ്ടോ? നിങ്ങളുടെ മക്കളെക്കുറിച്ച് പറയേണ്ടത് ഞങ്ങളുടെ മക്കളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പറയാറുണ്ടോ? നിങ്ങൾ പറയാറുണ്ടോ? അതെന്തേ പറയാത്തത്? നിങ്ങളുടെ മക്കളാണ്, നിങ്ങൾ ഭർത്താവിനെ കുറിച്ച് പറയാറുണ്ടോ നാട്ടുകാരോട് ഇതെൻ്റെ ഭർത്താവാണ് ഞാൻ വിശ്വസിക്കണമെന്ന്? ആ ഭർത്താവ് കൈവയ്ക്കും നിങ്ങളെ. കാരണം എന്താ വിശ്വാസം എന്ന് പറയാത്തത്? എന്താ വിശ്വാസം എന്ന് പറയാത്തത്? ഭർത്താവിന് വിശ്വാസമല്ലേ നിങ്ങൾക്ക്? ഇത് ഭർത്താവാണെന്നുള്ള വിശ്വാസമല്ലേ നിങ്ങൾക്ക്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ആ വാക്ക് ഉപയോഗിക്കുമോ? നമ്മൾ എന്താ ഉപയോഗിക്കാത്തത്? കാരണം ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കണോ പറഞ്ഞാൽ നാട്ടുകാരെന്താ വിചാരിക്കുക? ഇത് നിങ്ങളുടെ ഒറിജിനൽ ഭർത്താവല്ല, ഒറിജിനൽ ഭർത്താവ് വേറെയാണോ? കാരണം അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കും. ആണോ? അപ്പൊ വിശ്വാസം നല്ല വാക്കാണോ? അത് ഉറപ്പില്ലാത്തൊരു വാക്കാണ്. ഹിന്ദുമതം പഠിപ്പിക്കുന്നത് വിശ്വസിക്കാനല്ല. അത് നിങ്ങളെന്താ സത്സംഗം കേട്ടില്ല? സത്സംഗങ്ങളിൽ നിരന്തരം പങ്കെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈശ്വരനെ വിശ്വസിക്കല്ല വേണ്ടത്. ഈശ്വരനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരും, ബോധ്യം വരും. ബോധം വരുത്താനാണ് പറഞ്ഞത്, വിശ്വാസം വരുത്താനല്ല പറഞ്ഞത്. എനിക്ക് ബോധമുണ്ട്
എനിക്ക് ഈശ്വരനിൽ ഞാൻ വിശ്വസിക്കില്ല, ഈശ്വരനിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് സത്സംഗത്തിലൊക്കെ പോയാലേ മനസ്സിലാവും. അതൊന്നും പോവില്ല. ഈ തൊഴുതു പോകൽ തന്നെ കഴുത ഭക്തിയാണ്. കഴുതകളുടെ സ്വഭാവം പരിശീലിച്ച പിന്നെ ഇങ്ങനെയാണ്. ഒരു കഴുതയുടെ പിന്നാലെ വേറൊരു കഴുത പോകുന്ന പോലെ അങ്ങനെ പിൻപേ ഗമിക്കുന്ന പൂക്കൾ, ആ ഭക്തിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ നമ്മൾ പഠിക്കണമെങ്കിൽ അല്പം ഒരു ശാസ്ത്രമല്ലാതെ വഴിയില്ല. കാരണം നിങ്ങളിത് പഠിച്ചിട്ടില്ല. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയാൽ ഭക്തിയാണ്. ഭയങ്കര ഭക്തനാണ് മകൻ. അമ്പലത്തിൽ പോയി വായിൽ പൊളിച്ച് നോക്കുന്നതിനെ എന്ത് ഭക്തിയാണത്? അവിടെ പോയി തൊഴുതു പോകുന്ന എങ്ങനെ ഭക്തിയാവുക? അമ്പലവും ഭക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഉള്ള തുറന്നു പറയാലോ നിങ്ങളോട്. അമ്പലവും ഭക്തിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഭക്തി എന്ന് പറയാം. കാരണം ഞാൻ പറയാൻ കാരണം നിങ്ങൾക്കത് ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അമ്പലം വന്നിട്ട് 2000 വർഷമായിട്ടുള്ളൂ. ഹിന്ദുമതം രാമന്റെ കാലത്ത് ഒറ്റ അമ്പലം ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ. അറിയോ നിങ്ങൾക്ക്? ശ്രീരാമസ്വാമിയുടെ കാലഘട്ടത്തിൽ ഭാരതത്തിൽ അമ്പലങ്ങളില്ല. അപ്പൊ അന്ന് ഭക്തി ഉണ്ടോ? അന്ന് ഭക്തി ഇല്ല. അന്നുണ്ട് ഭക്തി. അപ്പൊ അമ്പലം വേണോ ഭക്തിക്ക്? കൂടെ വരുമോ നിങ്ങൾ? ഇനി രാമന്റെയും മുന്നിൽ കാലഘട്ടമുണ്ട്, രാമന്റെ മുന്നിലും കാലഘട്ടമുണ്ട്. അന്ന് യാഗങ്ങൾ പോലും ഇല്ലാത്ത കാലം ഉണ്ടായിരുന്നു. അതല്ലേ സത്യയുഗത്തിൽ ആളുകൾ ധ്യാനിക്കുമായിരുന്നു ഒക്കെ പറഞ്ഞത്. അന്ന് യാഗങ്ങൾ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിലും എന്തുണ്ട്? ഭക്തിയുണ്ട്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പോയി കിട്ടുന്നതല്ല. ഏത് ഭക്തി? നമ്മളിപ്പോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കുട്ടികളെ. അമ്പലത്തിൽ പോയാലേ ഭക്തി ഉണ്ടാകും, അമ്പലത്തിൽ പോയാലല്ല ഭക്തി. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ഗീതയിലെ 10ാം അധ്യായത്തിലെ 10ാം ശ്ലോകം നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഭക്തി എന്താണെന്ന് കൃഷ്ണൻ പറഞ്ഞു തരികയാണ്. അതിന് ഗീത പഠിക്കണം, കിതാബ് എടുക്കണം, പഠിക്കണം, പുസ്തകം എടുക്കണം. നമ്മൾ എങ്ങനെങ്കിലും കുട്ടികളെ ഗീതാ പുസ്തകത്തിലേക്കൊക്കെ കൊണ്ടുവരണം. ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ രക്ഷയില്ല. ഹിന്ദുക്കളെ അങ്ങനെ ഡിവൈഡ് ആൻഡ് റൂൾ ചെയ്തിരിക്കുകയാണ് ഇവിടുത്തെ പാർട്ടിക്കാർ. എന്നിട്ട് മുസ്ലിം സമുദായത്തിന് അവരുടെ മതം പഠിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, ഒരു യൂട്യൂബ് എടുത്ത് നോക്കൂ. അതിൽ യൂട്യൂബിൽ ഒരു ടോക്കുണ്ട്. ഒരു ജലീൽ എന്ന് പറഞ്ഞ മുൻ മിനിസ്റ്ററുടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ പറഞ്ഞു 2,30,000 മദ്രസാധ്യാപകരുണ്ട് അത്ര കേരളത്തിൽ. എത്ര? ഇനി ആ മതം വളരാൻ വേറെ എന്തെങ്കിലും വേണം? 2,30,000 അധ്യാപകർ ഖുറാൻ പഠിപ്പിച്ചാൽ പിന്നെ ഇങ്ങനെ മുസ്ലിങ്ങൾ നന്നാവാതിരിക്കുക. എന്നിവിടെ ഗീത പഠിപ്പിക്കാൻ എത്ര പേരുണ്ട്? എത്ര അമ്പലങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ? ഓരോ സ്ഥലത്തും ഒരു ഗീത പഠിപ്പിക്കാനുള്ള ഒരാളെ വെച്ചാൽ എത്ര നന്നായിരുന്നു. അത് ചെയ്യില്ല അവര്. മനസ്സിലാവുണ്ട്? ഹിന്ദുവിന്റെ ശാപമാണ് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയം. സത്യം പറഞ്ഞാൽ ഹിന്ദുവിന്റെ ശാപമാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ഇവറ്റകളൊക്കെ നമ്മളെ മുതലെടുത്ത് ചൂഷണം ചെയ്ത് മറ്റു മതങ്ങളെ നന്നാക്കി നമ്മളെ ഒരു അരിക്കിലാക്കി. അതുകൊണ്ടുള്ള കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുന്നു. വിദ്യാഭ്യാസമുള്ള കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത്. കുറെ അന്ധവിശ്വാസം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴല്ലോ ഇവരൊക്കെ ആരുടെ കൂടെ മിക്സ് ചെയ്തിട്ട് പോയി. പലരും ഹോസ്റ്റലിൽ ഇരിക്കുമ്പോഴാണ് ഇതര മതക്കാരുടെ കൂടെ ചേർന്ന്. ഈ ചെറിയ കുട്ടികളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. നാളെ ഹോസ്റ്റലിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട്, ഞാനിതൊക്കെ കാണുന്ന ഒരാളാണ്. ഒരുപാട് കുട്ടികൾ വരുന്നതാണ് നമ്മളടുത്ത്. ഹോസ്റ്റലിലൊക്കെ ചേരുമ്പോഴാണ് പല മതക്കാരായിട്ട് അവർ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നിനും ഉത്തരമില്ല. ഈ കുട്ടിക്ക് ഒന്നിനൊരു ഉത്തരം കൊടുക്കാൻ അറിയില്ല. വായും പൊളിച്ച് അവസാനം ആ കുട്ടിക്ക് തോന്നുന്നു അവർ പറയുന്നതാണ് ശരി. ആ കുട്ടി അതിലേക്ക് അങ്ങനെ ആകർഷിക്കപ്പെടുക. എന്നിട്ട് ഈ തള്ളയും തന്തി നെഞ്ചത്തടിച്ച് കരയാം, മക്കളെ അതാക്കിയെന്ന്. ഇന്നലെ കണ്ടില്ലേ കർണാടകയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആ കുട്ടി ആത്മഹത്യ വലിയ പ്രശ്നമായിരിക്കും കർണാടകയിൽ. ലവ് ജിഹാദാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രശ്നം. ഒരു കോൺഗ്രസ് നേതാവിന്റെ കുട്ടിയാണ്. അപ്പൊ ഹിന്ദു സമൂഹം ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നതിന് കാരണം നമ്മൾ കുട്ടികൾക്ക് യാതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മൾ കമ്പൽസറി കുട്ടികളെ ഒരു അറിവിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോ എന്താണ് ഗീതയിൽ 10ാം അധ്യായത്തിൽ പറയുന്നത്? 10ാം ശ്ലോകത്തിൽ ഭക്തി എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. പറയുന്നു എന്താണ് ഭക്തി? തേഷാം, എല്ലാവരും ഒന്ന് ചൊല്ലണേ, തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേന മാമുപയാന്തി തേ. എനിക്കിവിടെ ഇരിക്കുന്ന അമ്മമാരോട് പറയാനുള്ളത്, നിങ്ങൾ കൃഷ്ണനോട് അല്പം സ്നേഹം ഉണ്ടെങ്കിൽ 2 കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. 1 വിഷ്ണു സഹസ്രനാമവും, 2 ഗീതയിലെ ഒരു അധ്യായമെങ്കിലും. ശരിക്കും നിങ്ങൾ കൃഷ്ണനെ സ്നേഹിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരെ പോലെ തൊഴുതു പോകുന്നവരൊന്നും ഭക്തരല്ലേ? സത്യസന്ധമായി ഹൃദയത്തിൽ തട്ടി പറയുകയാണ്. തൊഴുതു പോകുന്നവരൊന്നും ഭക്തരല്ല. അവരൊക്കെ കൃഷ്ണൻ പറഞ്ഞതുപോലെ കഴുതകളാണ്. നിങ്ങൾ ഭക്തരാവണമെങ്കിൽ, ശരിക്കുള്ള സത്യസന്ധരായ ഭക്തരാണെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യുക. 1, കൃഷ്ണൻ പറഞ്ഞതുപോലെ തേഷാം സതതയുക്താനാം പ്രീതിപൂർവകം ഭജത. ഇതാണ് ഭക്തി. എന്താണ് ഭക്തി?
പ്രീതിപൂർവകം വരതാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രീതിയോടെ ഭജിക്കുക പറഞ്ഞാൽ പ്രീതി അടുത്തിരുത്തി ഭജിക്കുക എന്നാണോ? പ്രീതിയോടുകൂടി ഒരു കാര്യം ചെയ്യുക പറഞ്ഞാൽ എന്താണ്? മനസ്സ് ഒരു കാര്യത്തിൽ മുഴുകിക്കൊണ്ട്, ലയിച്ചുകൊണ്ട്, ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ നാമം ചൊല്ലുമ്പോൾ ആ മനസ്സിന്റെ ലയത്തിന്റെ പേരാണ് ഭക്തി. ചടങ്ങിന്റെ പേരല്ല, പൂജയുടെ പേരല്ല, ഒന്നുമല്ല. പൂജയല്ല ഭക്തി, പൂജയേ അല്ല ഭക്തി. അതുകൊണ്ട് ഇവിടെ തന്നെ നോക്കാം നമുക്ക്. പ്രഹ്ലാദ സ്തുതി എടുത്തു നോക്കുക നിങ്ങൾ. 3-ാം ശ്ലോകം, 10-ാം ശ്ലോകം. പ്രഹ്ലാദ സ്തുതി പറയുന്നു വിപ്രാത്. കണ്ടോ? പ്രഹ്ലാദ സ്തുതി ഭാഗവതം. വിപ്രാത്, ആ ശ്ലോകമൊക്കെ എടുത്തു നോക്കണം നിങ്ങൾ. വിപ്രാത്, വിപ്ര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ. ഒരാൾ ബ്രാഹ്മണനാണ്, എന്നാൽ പൂജ ചെയ്യുന്ന ആരാണ്? പൂജകനാണ്. ദിഷദ് ഗുണാത് അരവിന്ദനാപപാദാരവിന്ദ വിമുഖം. ഒരു വിപ്രന് ചടങ്ങുകളൊക്കെ അറിയാം, പൂജാ ചടങ്ങുകളൊക്കെ അയാൾക്കറിയാം. പക്ഷേ മനസ്സ് വേറെ ഏതോ വിചാരങ്ങളിലാണ്. മനസ്സിൽ ആ പ്രീതിയില്ല. ചടങ്ങ് ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, പക്ഷേ മനസ്സിൽ പ്രീതിയില്ല. എന്നാൽ വേറൊരു ഭാഗത്താണെങ്കിൽ ശോഭജൻ. ശോഭജൻ എന്ന് പറഞ്ഞാൽ ചണ്ടാളൻ. ശോ എന്ന് പറഞ്ഞാൽ ചത്തതിനെയൊക്കെ കഴിക്കുന്നവൻ, ചണ്ടാളൻ. ഈ ചണ്ടാളൻ പൂജയൊന്നും അറിയില്ല, പക്ഷേ ഭജിക്കാനിരുന്നാൽ അങ്ങോട്ടതിൽ ലയിച്ചിരിക്കും. ഇതിൽ ആർക്കാണ് ഭക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാ ഭക്തി എന്നറിയോ? ചണ്ടാളനാണ്, പൂജകനല്ല എന്ന് പറയുന്നത്. അപ്പൊ ഭക്തി എന്ന് പറഞ്ഞാൽ പൂജയാണോ? ഭക്തി എന്ന് പറഞ്ഞാൽ പൂജയാണോ? ഭക്തി എന്ന് പറഞ്ഞാൽ അമ്പലത്തിലാണോ? ഭക്തി എന്ന് പറയുന്നത് പ്രീതിപൂർവകം അത് വീട്ടിലിരുന്നും ജപിക്കാം. ഭഗവാൻ പറയുന്നത് സർവേഷു കാലേഷു, എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിരുന്ന് ഭജിക്കാം. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് ഒരു സ്ഥലവുമായിട്ടോ ഒരു ചടങ്ങുമായിട്ടോ ബന്ധപ്പെട്ടതല്ല. മനസ്സിലാവുണ്ടോ? പിന്നെ ഒരു ഏകാഗ്രതയൊക്കെ വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പൂജാമുറിയൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ പൂജാമുറിയിൽ ഇരുന്നാലേ ഭക്തി ഉണ്ടാവും വിചാരിക്കരുത് നിങ്ങൾ. അടുക്കളയിലിരുന്നാലും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആശുപത്രി കടന്നു വെച്ചാൽ അവിടെ കടന്നാലും ശരശയിൽ കടന്ന വിഷ്ണു സഹസ്രനാമത്തിലെ ഭീഷ്മരെയാണ് ഭഗവാൻ ഏറെ ആദരിച്ചിട്ടുള്ളത്. മനസ്സിലാവുണ്ടല്ലോ? ഭഗവാൻ കൃഷ്ണൻ തന്നെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് പിതാമഹം വീക്ഷ്യാനാണ്, പിതാമഹനെയാണ് ഓർത്തത്. മനസ്സിലാവുണ്ടല്ലോ? അതാണ് ഭഗവാന്റെ ചരിത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭക്തി എന്ന് പറയുന്നത് പ്രീതിപൂർവകം ഭജിക്കുക എന്ന് പറയൂ. പ്രീതിപൂർവകം ഭജിക്കുന്നതിന്റെ പേരാണ് ഭക്തി. ക്ലിയർ ആണോ? മനസ്സിലാവുണ്ടല്ലോ? അപ്പം പ്രീതി പെട്ടെന്ന് വരില്ല. പ്രീതി എന്ന് പറഞ്ഞാൽ പെൺകുട്ടി വരും, മനസ്സിൽ പ്രീതി ഉണ്ടാവില്ല. കാരണം മനസ്സിൽ പ്രീതിയുള്ള വിഷയങ്ങളൊക്കെ തോണ്ടി ശീലിച്ച ഒരാളുടെ പ്രീതി ഏതിലുണ്ടാവുക? ഓരോ വിഷയങ്ങളിലായിരിക്കും. അപ്പൊ പലതിലും മനസ്സ് പോകുമ്പോൾ ഈ നാമജപത്തിൽ പ്രീതി വരൽ അത്ര പലപ്പോൾ അതിനെന്ത് വേണം? കുറേ കാലത്തെ പരിശീലനം വന്ന് പിന്നെ ഇതിലൊരു രുചി വരും. അപ്പൊ അമ്മമാർ ഇതാണ് ചെയ്യേണ്ട. കുട്ടികളെ കൊണ്ട് നാമം ചൊല്ലിച്ച് ഇതിലൊരു രുചി വരുത്തിയാൽ അപ്പൊ അവർക്ക് എന്ത് വന്നു? ഭക്തി വന്നു. ഭക്തിയുള്ള ഒരാൾക്ക് ഭഗവാൻ പറയുന്നു ശക്തിയുണ്ട്. ബുദ്ധിയോഗം ദദാൻ. ബുദ്ധി എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. ഒരാൾക്ക് ഒരു കാര്യത്തെ നേരിടാനുള്ള ബുദ്ധി, ശക്തി. അപ്പൊ ഏത് കാര്യങ്ങളും തീരുമാനിക്കാനും ഉത്തരം കണ്ടെത്താനും ഒക്കെ ഉള്ളൊരു അവർക്ക് പറയൂ. ഇപ്പൊ തന്നെ നോക്കൂ, ഇനിയിപ്പം 3-ാം തീയതി എൻട്രൻസ് എക്സാം ആണ്. കാണാൻ നിങ്ങൾക്ക് എല്ലാവരും പരക്കം പായുന്നത്. കാരണം ഒക്കെ പേടിയാണ്. പേടി ഭയങ്കര പേടിയാണ് പരീക്ഷ. ഇതൊക്കെ മാറ്റാൻ എന്താ വഴി? പ്രീതിപൂർവകം ഭജിക്കുക. നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഇതൊക്കെ ഒരു സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ വലിയൊരു കഷ്ടം കുട്ടികളെ ചെയ്യിക്കും. അത് ഒരുപക്ഷെ തുടക്കത്തിലൊരു പണിഷ്മെന്റ് ആയിരിക്കാം, പക്ഷെ ക്രമേണ അവർക്കതിൻ്റെ മഹത്വം ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും. അതാണ് ശങ്കരാചാര്യസ്വാമികൾ നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഒരു അമ്മയുടെ ജോലി എന്താണ്? മുതിർന്നവരുടെ ജോലി എന്താണ്? ഗേയം ഗീത നാമസഹസ്രം. ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നതാണ്. അമ്മമാര് കുട്ടികളെ തൊഴിപ്പിക്കണം എന്നല്ല പഠിപ്പിച്ചത്. ഗേയം എന്ന് പറഞ്ഞാൽ ഗായതി, അവരെ ചൊല്ലാൻ പഠിപ്പിക്കണം. എന്ത്? ഗീത എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഭഗവത്ഗീത അമ്മമാര് കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ നാമസഹസ്രം എന്ത് പഠിപ്പിക്കണം? ഈ പറഞ്ഞ ഈ മഹാവാക്യം ആചാര്യ സ്വാമികൾ പറഞ്ഞത് അനുസരിക്കുന്ന എത്ര അമ്മമാരുണ്ട്? ഒന്ന് കൈപ്പൊക്കും. സത്യമുള്ളവർ എത്ര പേരുണ്ട്? ഇത് പഠിപ്പിക്കലാണ് ഒരമ്മ ചെയ്യേണ്ടത്. ഗേയം ഗീത നാമസഹസ്രം ദേയം ശ്രീപതി രൂപമജസ്രം
നേയം സജ്ജന സംഗേ ചിത്തം ധേയം ദീനജനായ ച വിത്തം. ഇതാണ് ഗുരുക്കന്മാർ പറഞ്ഞിരിക്കുന്നത്. ആചാര്യസ്വാമികൾ പറഞ്ഞ അത് തന്നെയാണ് പൂന്താനും പറയുന്നത്, അല്ലേ? ഗുരുനാഥൻ തൂണ ചെയ്ക സന്തതം. ഇതൊക്കെ പാട് മക്കളെ വല്ല തിരുനാമം പഠിപ്പിക്കണ്ടോ? തൊഴുതു പോവുക, വഴിപാട് ചെയ്യുക, തൊഴുതു പോവുക, വഴിപാട് ചെയ്യുക. ആ കുട്ടികളെ മുഴുവൻ വഴിതെറ്റിച്ച് നിങ്ങൾ മഹാദ്രോഹം ചെയ്യരുത്. ഗുരുക്കന്മാർ പറഞ്ഞ വഴിക്ക് പോകണം, നാമം ജപിപ്പിച്ച് പരിശീലിപ്പിക്കണം. എന്നാൽ അതിൻ്റെ ഒരു തുടക്കമാവട്ടെ. നമുക്ക് ഇവിടെ വിഷ്ണു സഹസ്രനാമ ജപത്തോടു കൂടിയിട്ട് നമ്മൾ കുട്ടികളെ ഒരു പുതിയ യുഗത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇവിടെ ഇന്ന് ആരംഭിച്ചാൽ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് വരും വർഷങ്ങളിൽ ചെയ്യണം. ക്രമേണ തൊഴുതു പോകുന്നതല്ല ഭക്തി, അമ്മമാർ കുട്ടികൾക്ക് വഴിപാട് ചെയ്യുന്നതല്ല ഭക്തി, ഈശ്വരാനുഗ്രഹം. ഇത് നമ്മൾ മാറ്റിയെടുക്കണം കുട്ടികളെ കൊണ്ട്. ഉറക്കെ പറയൂ. നാമം ജപിപ്പിക്കുക, ഗീത പഠിക്കുക, അതൊക്കെ ഉൾക്കൊണ്ട് കുട്ടികളെ കഴിവുള്ളവരാക്കി പ്രാപ്തിയുള്ളവരാക്കി നമ്മൾ മാറ്റണം. നമുക്ക് കുട്ടികളുടെ സെഷൻ വരുമ്പോൾ കൂടുതൽ കാണാം. ആ സമയത്ത് എന്തിനാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? വാസ്തവത്തിൽ ഒരു വലിയ സാധ്യത നമ്മൾ നഷ്ടപ്പെടുത്തിയേ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളാകെ താളം തെറ്റിപ്പോയി. ഒന്ന്, ഈ കേരളത്തിൽ ജനിച്ചതേ ഒരു ശാപമാണ് തോന്നുന്നത്. അതാണ് ആചാര്യസ്വാമികൾ പോലും ഇവിടുന്ന് സ്ഥലം വിട്ടത്. ഞാൻ ഇപ്പോഴെനിക്ക് തോന്നാറുണ്ട് ഞാൻ വലിയൊരു അബദ്ധം. ഞാൻ കേരളത്തിൽ നിന്ന് പുറത്തു പോയ ഒരാളാണ്. ഞാൻ പുറത്ത് സെറ്റിൽ ചെയ്ത ഒരാളായിരുന്നു. പിന്നെ എൻ്റെ കഷ്ടകാലത്തിന് തോന്നി തിരിച്ചു വരാറുണ്ട്. ഇപ്പം എനിക്ക് അബദ്ധമായി തോന്നുന്നു. ഇങ്ങോട്ട് വരണ്ടായിരുന്നു പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ പെട്ടുപോയി, കുരുക്കിൽ പെട്ടുപോയി. ഇനി രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് വരണേ എന്ന് വിചാരിച്ച ആളല്ല. ഞാൻ മര്യാദയ്ക്ക് അതെനിക്ക് ട്രാപ്പിലായത് പോയത്. ഞാൻ ആ എറണാകുളത്തൊരു 108 ദിവസം സപ്താഹം ചെയ്യാൻ എന്നെ കരയോഗക്കാർ വിളിച്ചു. ഇപ്പം ഞാൻ കരയോഗത്തിന് അവിടെ സപ്താഹം നടത്തുമ്പോഴാണ് ഒരു ഗ്രാമമൊക്കെ ഉണ്ടാക്കിയാലെന്താ ഈ ഉണ്ടിരിക്കുന്ന എന്താ അതിനൊരു ചൊല്ലില്ലേ പറയാ, എന്നൊരു പ്രയോഗമല്ലേ അങ്ങനെ. ആ നായക്കൊരു വിളി തോന്നി പറഞ്ഞ പോലെ എനിക്കൊരു വിളി തോന്നി, വേണ്ടാത്തൊരു പണി തോന്നി. എന്നാൽ പിന്നെ ഒരു തുടങ്ങാം. ഇപ്പം അത് വേണ്ടാ തോന്നുന്നു. കാരണം ഒരു ആനന്ദം ഇവിടത്തേക്കാളും പലപ്പോഴും പുറത്ത് തന്നെയാണ്. അതൊരു രസം. എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ ഒരു മസിലാണ്, എല്ലാം മസിൽ പിടിച്ചിരിക്കുക. രക്ഷപ്പെടില്ല നമ്മൾ, മനസ്സിലായില്ലേ? ഒരു മസിൽ പിടുത്തം കളയാതെ രക്ഷയില്ല. നിങ്ങളാ വൃന്ദാവനത്തിലൊക്കെ ഒന്ന് പോയി നോക്കുക, ഒരു ആനന്ദ ഉത്സവമാണത്. അവിടെ എന്ത് മനുഷ്യനൊരു ജഡ്ജായാലും ശരി, തൂത്തുവാരുന്നവനാലും ശരി, വലിയവനായാലും ശരി, ചെറിയവനായാലും എല്ലാവരും ഭക്തിയുടെ മുന്നിൽ വലിയവനും ചെറിയവനും. ഇവിടെ ആ അമ്പലത്തിൽ പോയി നോക്കൂ, വലിയവനും ചെറിയവനൊക്കെയാണ്. ആ ലോകത്തിലായി പോയി. നമ്മൾ വിചാരിക്കുന്നത് നമ്മളങ്ങനെയാണ് ഭക്തി എന്നുള്ളത്. അവിടെ ഒരു അമ്പലം ഓറിയന്റഡ് അല്ല ഭക്തി. അവിടെ മുഴുവൻ ആശ്രമങ്ങളാണ്, ഗുരുക്കന്മാരും ആചാര്യന്മാരും. ഇവരെങ്ങനെ ഒരു ആനന്ദ നൃത്തം. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ അമ്മമാരൊക്കെ ഒന്നടങ്കം പരിശ്രമിച്ചാൽ ഗീതയിലേക്കും നാമജപത്തിലേക്കും നമുക്ക് കുട്ടികളെ കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ നിർത്തുകയാണ്. സമയം നമുക്ക് പ്രാതൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ഒരു 10 മണിയാകുമ്പോഴേക്കും കുട്ടികളൊക്കെ റെഡിയാവുക. നമ്മൾ അമ്പലത്തിൽ പോകണം. എന്തിനാണ്? നാമം ജപിക്കാൻ. വേണ്ടേ? അല്ലാതെ തൊഴാൻ വേണ്ടിയിട്ടല്ല. എന്തിനു വേണ്ടി പോകണം? നാമം ജപിക്കാൻ. പൂന്താനം പറഞ്ഞിരിക്കുന്നത് ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം തിരുനാമം. അതനുസരിക്കണം.